ഡെഡിക്കേഷൻ ഉണ്ട്. നല്ല അടിപൊളി ബാച്ച് ആണ് ആ കേട്ടോ. ഞങ്ങളുടെ ലാസ്റ്റ് ചൈൽഡ് സൈക്കോളജി മിസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ട് ഇതുവരെയുള്ള ബാച്ച് ചുമ്മാ കള്ളം പറയുമല്ലെന്ന് പറഞ്ഞ മിസ് പറഞ്ഞു. ഞാൻ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ നാഫിയാണോ? നാഫിയ മാം ഞങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു, MTTC ബാച്ചിനെ കുറിച്ച്. അല്ല, നിങ്ങൾ നല്ല ബാച്ചാണ്. പിന്നെ എന്റെ MTTCന്റെ കുട്ടികളും നല്ല കുട്ടികളായിരുന്നു. ആണ്, ഇപ്പോഴാണ്. അങ്ങനെയല്ല, പ്രസന്റേഷൻ അവതരിപ്പിച്ചപ്പോ പ്രസന്റേഷന് നിങ്ങൾ ഇംപ്രൂവ്ഡ് ആണ് കേട്ടോ. മറ്റു ബാച്ചിനെ വെച്ച് നോക്കുമ്പോ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇംപ്രൂവ്ഡ് ആണ്. അതിൽ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആക്ച്വലി. മറ്റു ബാച്ചിനെ വെച്ച് നോക്കുമ്പോൾ ക്ലാസ് എടുക്കുന്നത്, ആ സ്കിൽസ്, പിന്നെ ഡെമോ ക്ലാസിന്റെ സെക്ഷനിലൊക്കെ ലാംഗ്വേജ് ഒക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ നല്ല ഇംപ്രൂവ്ഡ് ആണ് മറ്റു ബാച്ചിനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് നിങ്ങൾ ഒരു കാര്യം അറിയിക്കാനാണ്, നമുക്ക് ഇന്ന് പിന്നെ ഒരു ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ലെറ്റർ നിങ്ങൾക്ക് മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വരുന്ന ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ, നാളെയോ മറ്റന്നാളോ ആയിട്ട് ട്രെയിനിങ് ലെറ്റർ തരും. അപ്പൊ അതില് നിങ്ങൾ ചെയ്യേണ്ടത്, ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഈ ലെറ്റർ കൊണ്ടുപോയിട്ട് സ്കൂളിലെ ഹെഡോ ഓർ പ്രിൻസിപ്പളിന്റെ പെർമിഷൻ വാങ്ങാം. പെർമിഷൻ വാങ്ങാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എനിക്ക് പിന്നെ ടീച്ചിങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്, അലൗഡ് ആണോ എന്ന് ചോദിക്കുക, ഇവിടെ വേക്കൻസി ഉണ്ടോ. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ ആണ് വരുന്നത്. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് കാര്യമില്ല. പിന്നെ ക്രിസ്മസ് എക്സാം ഉണ്ട്, ആ ഒരു ഭയങ്കര തിരക്കുള്ള സമയത്തൊക്കെ നിങ്ങൾ അലൗ ചെയ്യാൻ ചാൻസസ് കുറവാണ്. അപ്പൊ ഇപ്പോ ഓക്കെ, ലെറ്റർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ ലെറ്റർ. ലെറ്ററിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ അത് പെർമിഷൻ വാങ്ങാം. പെർമിഷൻ വാങ്ങിയിട്ട് അവർ പെർമിഷൻ തന്നിട്ട് നിങ്ങൾ ചോദിക്കുക, എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അതിൽ ആദ്യം ചോദിക്കേണ്ടത് ഏത് ഡേയ്സ് തൊട്ടാണ് ഞാൻ വരേണ്ടത്, പോസിബിൾ ആയിട്ടുള്ള ഡേയ്സ് ഏതാണെന്ന് ചോദിക്കാം. ആ ഒരു ദിവസം എക്സാക്ട് ഡേ, ഇപ്പോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മൺഡേ അല്ലാതെ ഇടയിലുള്ള ദിവസം പോവാൻ നിൽക്കണ്ട കേട്ടോ, അതൊരു ബോറിംഗ് ആണ്. മൺഡേ എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് ഡേ ആണ്. അല്ലാതെ വെനസ്ഡേ ഫ്രൈഡേ ഒക്കെ പോകുമ്പോൾ നമുക്കൊരു മൂഡ്, പിന്നെ 2 ദിവസം വീണ്ടും ലീവ് വരും. ഫ്രൈഡേ ഒന്നും ഒരിക്കലും പോകാൻ പാടില്ല, കാരണം 2 ദിവസം ലീവ് വന്നിട്ട് പിന്നീട് പോകുമ്പോൾ നമുക്ക് ആ ഒരു വീണ്ടും ഒരു പിന്നെ പേടി ഉണ്ടാവും. കാരണം ഓൾറെഡി നിങ്ങൾ ഒരു ദിവസം പോയി, എന്നിട്ട് ഒന്ന് സെറ്റായി വരുമ്പോൾ 2 ദിവസം ലീവ് വന്ന് വീണ്ടും മൺഡേ എഗെയിൻ പോകുമ്പോഴെന്താവും, ഒരു പേടി വീണ്ടും വരും. അപ്പൊ അത് വേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് പോകണം. പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ മടി വന്നിട്ടോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ലീവ് എടുക്കാൻ ഇതൊന്നും പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെയുള്ള സ്റ്റാഫ്, ആ സ്കൂളിലെ ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങളും ഫോളോ അപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? അതായത് അവിടെ ഇത്ര ടൈമിന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും, അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ചോദിക്കുക, ഞാൻ ആ ടൈമിന് വന്നിട്ട് വരേണ്ടതുണ്ടല്ലേ, ആ ഒരു ടൈമിന് പോവുക. എന്നിട്ട് ആ ഒരു ടൈം, ഇപ്പൊ 9 ആണെങ്കിൽ ആ 9 നിങ്ങൾ അവിടെ എത്തണം. മറ്റു ടീച്ചേഴ്സിന്റെ കൂടെ അസംബ്ലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും എൻകറേജ്ഡ് ആവണം. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാ എക്സ്പീരിയൻസും കിട്ടണം. എങ്ങനെയാണ് ഒരു അസംബ്ലി കണ്ടക്ട് ചെയ്യുന്നത്, എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഈ ദിവസങ്ങളിൽ 20 ഡേയ്സ് പോയാലാണ് നിങ്ങൾക്ക് ആക്ച്വലി 15 വർക്കിംഗ് ഡേയ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. 15 വർക്കിംഗ് ഡേയ്സ് കിട്ടണമെങ്കിൽ സാറ്റർഡേ സൺഡേ ഇൻക്ലൂഡ്സ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾ 20 ദിവസം എടുക്കണം ടോട്ടൽ, എങ്കിലേ നിങ്ങൾക്ക് ആ 15 വർക്കിംഗ് ഡേയ്സ് തന്നെ കിട്ടണം. 15 വർക്കിംഗ് ഡേയ്സ് ആണ്, പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. 15 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് വേണം. അതല്ലാതെ പിന്നെ 15 ദിവസം പോയാൽ മതിയല്ലോ, ഇന്നത്തേക്ക് ഞാൻ പോയിട്ട് 15 ദിവസം ആയിട്ടുണ്ടല്ലോ, അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വർക്കിംഗ് ഡേയ്സ് 15 ദിവസം നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ഒരു 20 ദിവസം പോയാലേ സാറ്റർഡേ സൺഡേ ഒക്കെ കവർ ചെയ്തിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? വേറെ പറയാനുള്ളത് ഡ്രസ്സിങ് A to Z ഞാൻ പറഞ്ഞുതരും, ശ്രദ്ധിച്ച് കേൾക്കാം. ഭയങ്കര വർക്കിലെ ഡ്രസ്സൊന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല. KGയിലുള്ള കുട്ടികൾ വരെ ഇപ്പം ഇതൊക്കെ അട്രാക്റ്റീവ് ആണ്. പിന്നെ എന്നോട് പിന്നെ കഴിഞ്ഞൊരു ബാച്ചിലെ കുട്ടി പറഞ്ഞു, നല്ലൊരു പിന്നെ നല്ല വർക്കിലെ ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിട്ട് കുട്ടി പറഞ്ഞു, ഞാൻ മിസ്സിനെ കാണാനും മണവാട്ടിനെ കണക്കിട്ട് ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചത്ര. ഇത് ചെറിയ കുട്ടികളാണ്, അവർക്ക് ഹൈഡ് ചെയ്യാന്നറിയില്ല, അവർ ഓപ്പൺ ആയിട്ട് ചോദിക്കും. മനസ്സിലായില്ലേ? നിങ്ങള് കാഷ്വൽ ആയിട്ടുള്ള നല്ല ഡ്രസ്സ്, പിന്നെ കോട്ടൺ ടോപ്സ്, അങ്ങനെയൊക്കെ ഉള്ളത്, നമ്മളെ ഡ്രസ്സിങ് സെൻസ് ഉണ്ടല്ലോ, അത് നമ്മളെ പേഴ്സണാലിറ്റീനെ ഐഡന്റിഫൈ ചെയ്യാൻ മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്.
വൾഗർ ആയിട്ടുള്ള ഡ്രസ്സ്, ലെഗിൻസ് പോലുള്ളത് മിക്ക സ്കൂളിലും പ്രോബ്ലം ആണ്. അപ്പൊ ലെഗിൻസ് പോലുള്ളവ, ടൈറ്റ് ആയിട്ടുള്ള ലെഗിൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇത്ര ഫ്രീ ആയിട്ട് ബ്രീത്തബിൾ ആയിട്ടുള്ള, ബിക്കോസ് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കണം, നല്ല ടൈറ്റുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ശ്വാസം കഴിക്കാൻ പറ്റും. കോട്ടന്റെ ഡ്രസ്സൊക്കെ ഇടണം കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ള ഇത്രയും നല്ല കാഷ്വൽ ഡ്രസ്സസ് ഇട്ടിട്ട് പോവുക. പിന്നെ ഡ്രസ്സിങ് നിങ്ങൾ വാട്ടർ ബോട്ടിൽ, ബാഗ് ഇതൊക്കെ നിങ്ങൾ എടുക്കുമല്ലോ. നമുക്ക് പിന്നെ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് അവിടെ വേണ്ടത് ലെസൺ പ്ലാൻ റെക്കോർഡ്. ശ്രദ്ധിച്ച് കേൾക്കുക. ലെസൺ പ്ലാൻ എഴുതിയിട്ടുണ്ട് എല്ലാവരും? ഞാൻ നിങ്ങൾക്ക് ലെസൺ പ്ലാൻ അയച്ചു തന്നിട്ടില്ല. ഇല്ല മിസ്. ഇത് 10,000 ബാച്ചിലത് കൊണ്ട് ഏത് ബാച്ചിന് ഏത് കൊടുത്തു? ഓൺലൈൻകാർക്കും ലെസൺ പ്ലാൻ ചെയ്യേണ്ടി വരുമോ? എല്ലാവരും ചെയ്യണം. ലെസൺ പ്ലാൻ 1-2 ലെസൺ പ്ലാൻ ഒന്നും പോരാ. ലെസൺ പ്ലാൻ ഒക്കെ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. അതായത് ലെസൺ പ്ലാൻ റെക്കോർഡ് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചു തരും. അപ്പൊ അതെന്ത് ചെയ്യാന്നറിയാം, ഒരു കുട്ടി എഴുതിയതായിരിക്കും, അതിൽ ചിലപ്പോ പിന്നെ മെത്തേഡ് അതന്നെ ഫോളോ അപ്പ് ചെയ്യാം. അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് തിരുത്താവുന്നതാണ്. വലിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ല കുട്ടികൾ എഴുതിയതിൽ. പിന്നെ ഞാൻ 1-2 ഒരു സിമ്പിൾ ആയിട്ടില്ല, എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ലെസൺ പ്ലാൻ. പക്ഷെ നമ്മുടെ ലെസൺ പ്ലാനിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താണെന്നറിയോ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഗവൺമെന്റിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്ത ആളാണ്, കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്ത ഒരു ലെസൺ പ്ലാൻ തന്നെയാണ് നിങ്ങൾക്ക് ഇത്ര വരെയായിട്ട് ഞാൻ എല്ലാ ഇതിലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, എക്സലന്റ് ആണ്. അപ്പൊ ആ ലെസൺ പ്ലാൻ കൊടുത്തിട്ട് ഈ നമ്മളുടെ കുട്ടികൾ ട്രെയിനിങ്ങിന് പോയിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിക്കും അത്ര, നിങ്ങളെ ലെസൺ പ്ലാനിന്റെ ആ ഒരു മെത്തേഡ് പൊളിയാണ്, നമ്മൾ ഇവിടുത്തെ ടീച്ചർ എഴുതുന്നതിന് കുഴപ്പമുണ്ട്, നമ്മൾ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ലെസൺ പ്ലാൻ ഒന്നും സെറ്റ് ആവണില്ല, അപ്പൊ ഇത് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചിട്ട് എത്രയോ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളോടും മിക്കവാറും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ ലെസൺ പ്ലാൻ നോക്കി എഴുതിയെന്ന് വെച്ചിട്ട് നമുക്കതിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ളൂ, അല്ലാതെ അതിൽ നെഗറ്റീവ് ഒന്നും ഇല്ല. അത് കൊടുക്കുക, വേണമെങ്കിൽ നോക്കി എഴുതിക്കോട്ടെ. ലെസൺ പ്ലാൻ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നാളെ തന്നെ പോയിട്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രത്യേകം കേൾക്കണം, നാളെ തന്നെ പോയിട്ട് 150 രൂപ 100 രൂപ എങ്ങാനായിരിക്കും റെക്കോർഡ് ബുക്കിന്. റെക്കോർഡ് ബുക്ക് വാങ്ങാം. കേൾക്കണില്ല എല്ലാവരും? ഈ സംഭവം അവൈലബിൾ ആണോ? എങ്ങനത്തെ ഷോപ്പിൽ പോയാലും നമുക്ക് ഇത് കിട്ടുന്നത്? അതും കൂടി ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. സ്റ്റേഷനറിന്ന് കിട്ടും ജാസ്മിൻ. അതായത് ബുക്സ്, നമ്മളിപ്പോ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന കടയിൽ റെക്കോർഡ് നോട്ട് കോമൺ ആയിട്ട് നമ്മൾ റെക്കോർഡ് വാങ്ങാറുണ്ടല്ലോ, ആ റെക്കോർഡ് വാങ്ങാം. റെക്കോർഡ് വാങ്ങിയിട്ട് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇഷ്ടം പോലെ വാങ്ങുന്ന റെക്കോർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ട റെക്കോർഡ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മോഡൽ അയച്ചതാ മനസ്സിലാവും. 2 സൈഡ്, ഇപ്പൊ ഇത് 2 സൈഡ് വരുന്നുണ്ടല്ലോ, 2 സൈഡും പ്ലെയിൻ ആയിരിക്കണം, ബ്ലാങ്ക് ആയിരിക്കണം. റൂൾഡ് ആയിരിക്കാൻ പാടില്ല, അൺറൂൾഡ് ആയിട്ടുള്ള. മനസ്സിലായില്ലേ? അപ്പൊ ഈ 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ള മാത്സിന്റെ നോട്ട്ബുക്ക് എങ്ങനെയാ ഉണ്ടാവുക, അതുപോലുള്ള വലിയ റെക്കോർഡ് നോട്ട് 150 എങ്ങനെയാണ് കോമൺലി ഇതിന് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2 റെക്കോർഡ് വേണം. 2 റെക്കോർഡ് എന്ന് പറയുന്നത്, ഒരു റെക്കോർഡ് നിങ്ങള് ഞാനിപ്പോ തരുന്ന മോഡൽ എഴുതിയിട്ട് ലെസൺ പ്ലാൻ പ്രാക്ടീസ്, എന്താ എഴുതാ അതില്? ലെസൺ പ്ലാൻ പ്രാക്ടീസ്. നിങ്ങൾ ടീച്ചർ ആവേണ്ടതാണ്. അപ്പൊ ടീച്ചർ ആകുമ്പോൾ ലെസൺ പ്ലാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കും നാളെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അനായാസം ഈസി ആയിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ ലെസൺ പ്ലാനിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവണം. അതിനു വേണ്ടിയിട്ട് ഒരു 15 ലെസൺ പ്ലാൻ ഒരു മലയാളത്തിന്റെ മോഡൽ ഉണ്ടാവും, ബാക്കി കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ ഇത് ഞാൻ അയച്ചു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ എഴുതാം. മലയാളം സബ്ജക്ട് എടുക്കുന്ന ടീച്ചേഴ്സ് മാത്രം മലയാളത്തിൽ എഴുതിയാൽ മതി. അതായത് മലയാളം ക്ലാസ്സിൻ്റെത് മാത്രമേ മലയാളത്തിൽ എഴുതിക്കൂടൂ. ഒരാളും എനിക്ക് സംശയം ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണ്ട, മിസ്സേ ഇത് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട. മലയാളത്തിൽ ലെസൺ പ്ലാൻ എഴുതിക്കൂടാ, അലൗഡ് അല്ല. ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ കേട്ടോ. അപ്പൊ ലെസൺ പ്ലാനിന്റെ മെത്തേഡ് മോഡൽ അയച്ചു തരും. അത് അതുപോലെ ഞാൻ അയച്ചു തരുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും വേണ്ട. നിങ്ങളുടേതായിട്ടുള്ള ഒരു കറക്ഷനും ചെയ്യേണ്ട. വേണമെങ്കിൽ ഗ്രാമർ പോർഷൻ ഇത്തിരി അതിൽ ഈസി സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ ആണ്, വേറെ ഒന്നുമില്ല. ഞാൻ അയച്ചു തരാം മോഡല്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മൺഡേ മുതൽ സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് തന്നെ അയച്ചു തരുമോ? ഇന്ന് തന്നെ അയച്ചു തരും. നിങ്ങൾ നാളെ തന്നെ റെക്കോർഡ് വാങ്ങുക, നാളെ എഴുതി വെക്കുക. 2 days കൊണ്ട് 15 ലെസൺ പ്ലാൻ എഴുതാൻ ഇത്തിരി പണിയുണ്ട്. സ്കെയിലൊക്കെ വെച്ച് ഔട്ട്ലൈൻ ഒക്കെ വരക്കണം. അതിൻ്റെതായ മെത്തേഡിൽ വരച്ചിട്ടൊക്കെ എഴുതേണ്ടതാണ്. ബോർഡറും കാര്യങ്ങളൊക്കെ വരച്ച് ഇതില്
സ്കൂള് നെയിം ഓഫ് ദി സ്കൂള് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോ ഇഷ്ടമുള്ള സ്കൂളിന്റെ പേര് കൊടുക്കാം. നിങ്ങൾക്ക് അറിയുന്ന നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് കൊടുക്കാം. നെയിം ഓഫ് ദി ടീച്ചർ എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ പേര് കൊടുക്കാം. മനസ്സിലായില്ലേ? ടീച്ചിങ് മാനുവൽ തന്നെയാണ് ഈ ലെസൺ പ്ലാൻ എന്ന് മിസ് ഉദ്ദേശിച്ച സാധനം. ടീച്ചിങ് മാനുവൽ ആണ് ലെസൺ പ്ലാൻ. ആ മിസ് ഇത് തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് കുറച്ച് ദിവസം പ്രൈമറിന്റെ മിസ് പ്രീ പ്രൈമറിയുടെ തിയറിയിൽ നിങ്ങൾ ടീച്ചിങ് മാനുവൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ടീച്ചിങ് മാനുവലിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതിൽ. ഇങ്ങനെയാണ്, അങ്ങനെയാണ്. കുട്ടീന്റെ ബയോഡാറ്റയാണ് അതിന്റെ ആദ്യത്തെ ഭാഗം വരുന്നത്. അല്ല, കുട്ടീന്റെ ബയോഡാറ്റ അല്ല, സോറി, ആ ഒരു ബയോഡാറ്റ. ടീച്ചർ ഏതാണ് സബ്ജക്ട്, ടോപ്പിക്, സ്കൂള്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അത് ഒറ്റയ്ക്ക് എഴുതാനായിരിക്കും ചിലപ്പോൾ പ്രീ പ്രൈമറിയിൽ പറയും. പക്ഷെ ഞാൻ പ്രീ പ്രൈമറി തിയറി ഇത്ര വരെയുള്ള ബാച്ചിൽ തിയറി ഞാൻ എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് സബ്ജക്ട് ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് ഹാൻഡ് ഓവർ ചെയ്തതാണ് കേട്ടോ വേറെ ടീച്ചർ. അപ്പൊ അതില് ചെയ്തതുപോലെ അതിൽ ഉള്ളത് പോലെയാണ് നമ്മളുടെ ലെസൺ പ്ലാൻ വരുന്നത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ മിസ്റ്റേക്സ് എന്ന് പറയുന്ന മെത്തേഡ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. അപ്പൊ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതിയാൽ ഒരിക്കലും ശരിയാവില്ല, മെത്തേഡ് മാറും. ഈ മെത്തേഡ് ഞാൻ അയച്ചു തരുന്ന മെത്തേഡ് ഫോളോ അപ്പ് ചെയ്തിട്ട് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ലെസൺ പ്ലാൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡിൽ എഴുതാം. നാളെ പോയിട്ട് 300 റുപ്പീസിന് 2 റെക്കോർഡ് വാങ്ങണേ. ഒരു റെക്കോർഡല്ല, 2 റെക്കോർഡ് പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങണം, ഒന്നല്ല. ഒന്നില് പ്രാക്ടീസ് ചെയ്താ, എന്നിട്ട് ആരും മിണ്ടരുത്, ഞാൻ പറയുന്നത് കേൾക്കാം, എന്നിട്ട് ചോദിച്ചാൽ മതി. അടുത്ത റെക്കോർഡ് എടുത്തിട്ട് എന്ത് ചെയ്യാ, അടുത്ത റെക്കോർഡില് നന്നായിട്ട് 2 റെക്കോർഡ് കവർ ചെയ്യണേ. നല്ല ബുക്കിന്റെ കവറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിലെന്ത് ചെയ്യാ, ലെസൺ പ്ലാൻ ഫോർ ട്രെയിനിങ് അല്ലെങ്കിൽ ലെസൺ പ്ലാൻ ട്രെയിനിങ്, നിങ്ങൾ ആ ട്രെയിനിങ് ടൈം സ്കൂളിലേക്ക് വേണ്ടിയിട്ട്, ഇതാണ് നിങ്ങളുടെ പ്രൂഫ്. നിങ്ങൾ ടീച്ചിങ് ചെയ്തു എന്നില്ലേന് നാളെ ചിലപ്പോൾ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കും, ട്രെയിനിങ് കഴിഞ്ഞ ടീച്ചർ തന്നെയാണോ? യെസ് എന്ന് പറയുമ്പോ ക്യാൻ യു ഷോ മീ എനി പ്രൂഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങളെ സർട്ടിഫിക്കറ്റിന്റെ കൂടെ വെക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഈ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നീറ്റായിട്ട് എഴുതണം, കുത്തി വരയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത്രയും നീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റോടെ എഴുതണം. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് ഓരോ ടോപ്പിക് എഴുതിയതിനും അവിടുത്തെ ഹെഡോ പ്രിൻസിപ്പളുടെ സൈൻ കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. കാരണം ഹെഡ് ആവുമ്പോ അത്ര കുറച്ചുകൂടി താഴെ ലെവലിലുള്ള ആളാണ്. പ്രിൻസിപ്പളുടെ എന്ന് പറയുമ്പോൾ സൈന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ലക്കിയാണ്. പ്രിൻസിപ്പളുടെ സൈന് ട്രൈ ചെയ്യാം. പ്രിൻസിപ്പളുടെ സൈന് ഓരോ ലെസൺ പ്ലാനിനും വാങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ ലെസൺ പ്ലാനിനും പ്രിൻസിപ്പളുടെ സൈൻ വാങ്ങാം. അറ്റ് ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ 15th ഡേ നിങ്ങൾ എന്ത് ചെയ്യും, ആ സ്കൂളിന്റെ സീല് വാങ്ങിക്കുക. അതെന്തിനാ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില്, ഹൗസ് ഏജൻസിക്ക് നമ്മൾ ഒരു ഹോസ്പിറ്റലില് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവിടെ ഡോക്ടറായിട്ട് കയറുന്നത്. അപ്പൊ അവർക്ക് ഇതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ആ സ്കൂളിന്റെ ലാബിൽ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിന്റെ സ്കൂളിന്നേ വായിൽ വരും. ഹോസ്പിറ്റലിന്റെ ലാബിൽ വെച്ചിട്ട് അവർക്ക് ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു ഇത് വരും, സീൽ ചെയ്ത് കൊടുക്കും. 5 വർഷമായി കഴിഞ്ഞാൽ സീൽ ഉണ്ടാവും. ആ സീല് നിങ്ങൾക്ക് കിട്ടേണ്ടത് എങ്ങനെയാ, നിങ്ങളുടെ ലെസൺ പ്ലാനിന് നിങ്ങൾ അവസാനത്തെ പേജില് സ്കൂളിന്റെ സീല്, എല്ലാ പേജിലും വാങ്ങണ്ട, അവസാനത്തെ പേജില് സ്കൂളിന്റെ സീല് വാങ്ങാം. ലാസ്റ്റ് 15th പേജ് കഴിഞ്ഞിട്ടാകുമ്പോ ആ എഴുതിയതിൽ തന്നെ ഒരു സീല് വാങ്ങാം. സ്കൂളിന്റെ അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, മഷിയിൽ ബുക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സീൽ ഉണ്ടാവില്ല എല്ലാ സ്കൂളിന്റെ പിന്നെ ലാബിൽ വെച്ചിട്ടുള്ളത്, അതൊന്ന് ചെയ്യാം. പിന്നെ എല്ലാ ലെസൺ പ്ലാനിനും എല്ലാ ദിവസവും പ്രിൻസിപ്പളുടെ സൈൻ വാങ്ങാം. ഈ 2 കാര്യം നിങ്ങൾ ചെയ്യണം. ലെസൺ പ്ലാൻ എഴുതേണ്ടത് ഞാൻ തന്ന ലെസൺ പ്ലാൻ എഴുതി പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അത് അവിടെ എടുത്തു വെക്കുക. എന്നിട്ട് ഈ റെക്കോർഡ് നല്ല കവർ ചെയ്ത് ഒന്നും എഴുതാതെ ലെസൺ പ്ലാൻ ട്രെയിനിങ് എഴുതിയിട്ട് സ്കൂളിലോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുക, എന്താണ് ഞാൻ ടോപ്പിക് എടുക്കേണ്ടത്. അവര് തരും സബ്ജക്റ്റും ടോപ്പിക്കും. അത് എഴുതുമ്പോൾ അത് എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാം, അതിന്റെ ലെസൺ പ്ലാൻ ഞാൻ ആദ്യം എഴുതേണ്ടതുണ്ടോ അല്ലെങ്കിൽ വീക്കിലി എല്ലാം കൂടി എഴുതിയാൽ മതിയോ എന്ന് ചോദിക്കാം. അപ്പൊ അവര് പറയും ഡെയിലി ലെസൺ പ്ലാൻ എഴുതിയിട്ട് വരണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ക്ലാസ് എടുക്കുന്നത്, ഇപ്പൊ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തിട്ട് എഴുതാലോ. കുട്ടിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹൗ ഡിഡ് യു കം ടു ദ സ്കൂൾ ടുഡേ, അല്ലെ, എങ്ങനെയാണ് ഇന്ന് നീ സ്കൂളിലേക്ക് വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി ബൈ വാക്കിംഗ്, ബൈ ബൈസിക്കിൾ, ബൈ ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് കുട്ടീന്റെ റെസ്പോൺസിൽ എഴുതാവുന്നതാണ്.
മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് ടീച്ചർ ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ ടോപ്പിക് അല്ലേ? ടീച്ചർ മസ്റ്റ് ആയിട്ട് ചോദിക്കണം. അപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ആസ്ക്ഡ് ആണ്, ആസ്ക് എന്നല്ല ഇ വേണം കേട്ടോ, പാസ്റ്റിൽ കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ അത് എഴുതുമ്പോ ടീച്ചർ ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദി ടോപ്പിക് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഒരു കുട്ടി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാ, ക്ലാസ് എടുക്കുമ്പോ ക്ലാസ് എടുക്കേണ്ട മെത്തേഡ് ഒന്ന് പറഞ്ഞുതരട്ടെ, ഇത് കഴിയട്ടെ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതെങ്ങനെയാണ് എഴുതേണ്ടത്? ലെസൺ പ്ലാന് ക്ലാസ് എടുക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇന്ന് ഒരു 3 പീരീഡ് ക്ലാസ് എടുക്കാനുണ്ട്, LKG UKG ഒക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് 3 പീരീഡിന്റെ ലെസൺ പ്ലാൻ എഴുതണ്ട. ഇന്ന് ഒരു പീരീഡിന്റെ ലെസൺ പ്ലാൻ, ഏതെങ്കിലും ഒരു നല്ല പീരീഡിന്റെ ലെസൺ പ്ലാൻ എഴുതുക. 3 ക്ലാസ് എടുത്തു. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ എടുത്തു, അടുത്ത ക്ലാസ്സിൽ UKG പോയിട്ട് മാത്സ് എടുത്തു, വേറെ പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചിലപ്പോൾ കിട്ടും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും സോഷ്യലോ എന്തെങ്കിലുമൊക്കെ എടുത്തു. അപ്പൊ ഇത് 3 എഴുതണ്ട. അന്ന് നിങ്ങൾക്ക് ഞാൻ നന്നായിട്ട് എടുത്തു എന്ന് തോന്നിയ ഒരു ക്ലാസിന്റെ ലെസൺ പ്ലാൻ നിങ്ങൾക്ക് എഴുതാം. ഒരു ദിവസം ഒരു ലെസൺ പ്ലാൻ എഴുതാം. അങ്ങനെ 15 ദിവസം കൊണ്ടാണ് 15 എണ്ണം എഴുതേണ്ടത്. അല്ലാതെ ഒരു ദിവസം 3 ക്ലാസ് എടുത്ത് 3 എണ്ണം ഇന്ന് എഴുതണം, അങ്ങനെ എഴുതണ്ട. ഒരു ദിവസം ഒരു ലെസൺ പ്ലാൻ, അത് സബ്മിറ്റ് ചെയ്യുക, അതിന്റെ സൈൻ വാങ്ങാം. അടുത്ത ദിവസം ഒരു ലെസൺ പ്ലാന്, ഒരു 3 ക്ലാസ് എടുത്താൽ ഒന്ന് എഴുതാം, ഏതെങ്കിലും ഒന്ന്. 3 കൂടി ഒന്നായിട്ട് എഴുതാൻ പാടില്ലേ. ഒരു ടോപ്പിക്കിന് ഒരു ലെസൺ പ്ലാന്. ഞാൻ LKG പോയിട്ട് ഇതെടുത്തു, UKG പോയിട്ട് ഇതെടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മള് ഡയറി ആയി. അത് ടീച്ചിങ് മാനുവൽ അല്ല, അതിന് പറയുന്നത് ഡയറി എന്നാണ്. അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. ഇനി പറയാനുള്ള എന്തെങ്കിലും ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. എന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറയാം. ഇപ്പൊ പറഞ്ഞത് ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം 1 hour അല്ലേ ഉള്ളൂ. സ്കൂളിൽ പോകുന്ന കണക്കല്ലല്ലോ, കുറെ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ടീച്ചിങ് മാനുവൽ ഞങ്ങൾക്ക് വരുന്ന ഡിഫറൻസ് എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. നിങ്ങൾക്ക് എങ്ങനെ 1 hour അങ്ങനെ 1 hour അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. മീൻസ് ഈ ഹെഡ് മാസ്റ്ററിന്റെ സൈനും ഇതൊന്നും നമുക്ക് പോസിബിൾ അല്ലല്ലോ ഓൺലൈൻകാർക്ക്. ഡയറക്റ്റ് പോയി ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഓഫ്ലൈൻ ട്രെയിനിങ്ങിന് പോകുന്നില്ല? ജാസ്മിൻ ഓൺലൈൻ ട്രെയിനിങ് ആണോ? ഞാൻ ഓൺലൈൻ, ഞങ്ങൾ കുറച്ചുപേര് ഓൺലൈൻ ട്രെയിനിങ്, 10-16 പേരുണ്ട് ഓൺലൈൻ ട്രെയിനിങ് ആണ്. മൺഡേ സ്റ്റാർട്ട് ചെയ്യും. അതെന്താ നിങ്ങൾ ഓഫ്ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത? നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ മാക്സിമം, ഞാൻ പറയാലോ മക്കളെ, ഇനി നിങ്ങൾ എല്ലാ പേടിയും. അത് മാത്രല്ല കേട്ടോ, ട്രെയിനിങ്ങിന് പോയി ഓഫ്ലൈൻ പോകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ എന്റെ കണ്ടീഷൻ സിറ്റുവേഷൻ, ഞാനൊരു ജോയിന്റ് ഫാമിലിയിലാണ്, എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, തുറന്നു പറയാലോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ. എത്ര കുട്ടികളുണ്ടെന്ന് അറിയാം, എത്ര ബാച്ചിൽ ഇത്ര കുട്ടികളുണ്ടെന്ന് അറിയാം. അറിയാതെ പഠിച്ചിട്ട് അവസാനം ജോലി കിട്ടിയിട്ട് അയ്യോ ജോലിയും കിട്ടി എന്ത് ചെയ്യും, അവസാനം 2 കൽപ്പിച്ച് ജോലിക്ക് പോയിട്ട് ഞാൻ പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. ഡിവോഴ്സ് വാങ്ങിട്ട് പോയ കേസ് വരെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതെന്താ, അല്ല കുറെ കാലം സഹിച്ചില്ലേ, ഇനിയിപ്പോ ഒരു റിലാക്സേഷൻ ഇനിയില്ല, തീർന്നു. അത് മാത്രമല്ല, എന്റെ മക്കള് വെറും ചെറുതാണ് മിസ്സേ, കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അങ്ങനെ പോവാനും പോസിബിൾ അല്ല. പോവായിരുന്നു. ജാസ്മിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല. എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ഓഫ്ലൈൻ ട്രെയിനിങ് പറയാം. എബ്രോഡിലെ കുട്ടികളുടെ കാര്യം എനിക്ക് പറയാനില്ല, കാരണം എബ്രോഡ് ബുദ്ധിമുട്ടല്ലേ മിസ്? എബ്രോഡ് അലൗഡ് അല്ല ആക്ച്വലി, ഇത് പറ്റില്ല അവിടെ. ട്രെയിനിങ് എന്ന് പറയുന്നത് അവിടെ പോസിബിൾ അല്ല. പക്ഷെ എന്റെ കഴിഞ്ഞ ബാച്ചില് ഒരു ഷെഫീന പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ആ കുട്ടിക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ട്രെയിനിങ്ങിന് പോയി, പിന്നെ സ്കൂളിൽ തന്നെ ജോബും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലക്കി ആയിട്ട് 1-2 കുട്ടികൾ എല്ലാ ബാച്ചിലും ഉണ്ടാവും. പക്ഷെ അതുപോലെ കിട്ടണമെന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഓഫ്ലൈനിൽ പോകാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ ഇന്ന് ട്രെയിനിങ്ങിന് പോയി ഒരു 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്നാലും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണിൽ പിന്നെ അന്ന് മുതൽ നിങ്ങൾ ടീച്ചറായി. നിങ്ങൾ ആ സ്കൂളിലെ ആൾക്കാരും ടീച്ചറേതേ വിളിക്കും, നാട്ടുകാരായാലും നിങ്ങളെ ടീച്ചറേതേ വിളിക്കും. സ്കൂളിൽ ഡെയിലി പോകുന്നുണ്ട് വരുന്നുണ്ട്. നിങ്ങൾ അന്ന് മുതൽ എന്റെ ബാച്ചിലെ കുട്ടികളെ എന്തോ ഒരു വല്ലാതെ ബ്ലഷ് ഒക്കെ വരുന്ന മിസ്സേ, ഇങ്ങനെ ടീച്ചറേതെ ഇതൊക്കെ ആൾക്കാർ കാണുമ്പോഴൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര വരെ എന്നെ ഒരു വാല്യൂ ഉണ്ടായിട്ടില്ല. പെട്ടത് തുടങ്ങി എനിക്ക് ഭയങ്കര ഒരു വാല്യൂ വന്നതുപോലെ ഭയങ്കര സന്തോഷം കിട്ടുന്നൊക്കെ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേടി മാറിക്കിട്ടും, എക്സ്പീരിയൻസ് കിട്ടും. എന്താണ് ടീച്ചിങ്, ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എങ്ങനെയാണ് ആ വർക്ക് സ്പേസ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ കിട്ടും.
കാരണം അവിടെ കൊളീഗ്സും അവിടെയുള്ള സ്റ്റാഫ് ഉണ്ടാവും. എല്ലാവരുടെ അടുത്തും ആന്റിമാരായാലും എല്ലാവരുടെ അടുത്തും നന്നായിട്ട് ബിഹേവ് ചെയ്യുക. ചില സീനിയോറിറ്റി ഉണ്ടാവും ടീച്ചേഴ്സിന്, അവിടെയുള്ള ടീച്ചേഴ്സിന്. അപ്പൊ അവര് പോയിന്ന് കാണിക്കും. അതായത് ഇത്രയും വലിയൊരാളാവാ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അതെടുത്തൂടെ ഇതെടുത്തൂടെ. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരും, ഒന്ന് ഭിത്തിയിലിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതൊക്കെ പറഞ്ഞിരണം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ വിഷമം ഞാൻ തന്നെയാണ് കാണേണ്ടത്. എന്നോട് ഒരു മിസ്സേ അവിടുത്തെ ടീച്ചർ ഇങ്ങനെ മിസ്സേന്ന് പറയും. പക്ഷെ അതൊന്നും നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, ഒന്ന് കണ്ടുകൂട്ടാ. ചില ടീച്ചേഴ്സ് ഉണ്ടാവും, എല്ലാ സ്കൂളിലൊന്നല്ല. പിന്നെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, ട്രെയിനിങ്ങിന് പോയിട്ടുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വന്നിട്ട് ഒരാഴ്ചയും കരച്ചിലാണ്. എനിക്ക് വീണ്ടും അങ്ങോട്ട് പോവാൻ തോന്നുന്നു, കുട്ടികളെ വിട്ട് വന്നിട്ട് ഭയങ്കര ടെൻഷനാന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ കേട്ടത്. കാരണം എന്താണെന്ന് അറിയോ, 15 ദിവസം 20 ദിവസം കൊണ്ട് ഇവർ അവിടുത്തെ ആളായി. ആ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പോവണ്ട എന്നിട്ട് കുട്ടികൾ കരയും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും കരച്ചിൽ വരും. മിസ് പോണ്ട, മാം പോണ്ട, ടീച്ചർ പോണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടി വന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിക്കണം. അതാണ് നിങ്ങളുടെ കഴിവ്. നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാം, കുട്ടികളോട് നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, പ്ലസന്റ് മൈൻഡിൽ നിൽക്കുക. പേടി, ദേഷ്യം, സങ്കടം, ഈ 3 വികാരങ്ങൾ കുട്ടീന്റെ മുമ്പിൽ കാണിക്കാൻ പാടില്ല. പേടിയോടെ ക്ലാസ് എടുക്കാൻ പാടില്ല, സങ്കടപ്പെട്ട് ക്ലാസ് എടുക്കാൻ പാടില്ല, ദേഷ്യത്തോടെയും ക്ലാസ് എടുക്കാൻ പാടില്ല. ഫ്രീ ആയിട്ട് അവരെ പോലെ, കുട്ടികളെ പോലെ ഇടപഴകിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുക കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പീരിയൻസ് ചെയ്യുക. ഓൺലൈൻകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് കുറച്ച് കുട്ടികളെ തരൂ, ക്ലാസ് എടുക്കുക, ഒബ്സർവ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ മാർക്ക് ഇടും. സ്കൂളിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ ഡിസിപ്ലിൻ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓൺലൈനിലാണ് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊന്നും ചിന്തിക്കണ്ട. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി ഓഫ്ലൈനാണ്. കാരണം ആ രാവിലെ ആ ബാഗ് തൂക്കി എക്സ്പീരിയൻസ് ആ തിരിച്ചു വരുത്തും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളില് ഇത്രയും കാലം നിങ്ങളിപ്പോ വീട്ടിനകത്ത് ആൾക്കാർ ഉദ്ദേശിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത്രയും കാലം ഉണ്ടായ നിങ്ങളല്ല, ഒരു പുതിയ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ അത് ആ ഒരു എനർജി ഉണ്ടല്ലോ, നിങ്ങളെ ലൈഫ് ലോങ് മറ്റു കാര്യങ്ങൾക്കും, നിങ്ങൾ ഈ ഒരു സംഗതിയിലല്ല, മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടും. വല്ലാത്തൊരു നിങ്ങൾ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ് ചേഞ്ച് ആവും. ഒരു ജോലിക്ക് പോവാതിരുന്ന ഒരു കാലഘട്ടവും ജോലിക്ക് പോകുന്ന കാലഘട്ടവും വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊക്കെ ഇപ്പൊ ഒരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അത്ര വരെ എനിക്ക് എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് എന്നെ കുറിച്ചോ ചിന്തിക്കാൻ ടൈം ഉണ്ടാവില്ല. പക്ഷെ ഒരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു പോകും. അപ്പൊ ഞാൻ വിചാരിക്കും വേണ്ടായിരുന്നു, ലീവൊന്നും വേണ്ടായിരുന്നു, എന്നെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടും. സത്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എൻഗേജ്ഡ് ആയാൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചിന്തിക്കും. അതാണ് ആക്ച്വലി ജോബ് ഇല്ലാത്ത ഒരു ഇതൊന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ മരിക്കണ പോലെ ഞാൻ പണിയെടുക്കും. ഇനിയിപ്പോ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്, എല്ലാവരും പറയും എന്തിനാ ജോലിയുടെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതൊന്നും നമുക്ക് ബാധിക്കണ കാര്യമൊന്നുമല്ല. നമ്മൾ പഠിച്ചിനോ, നമ്മൾ പണിയെടുക്കും, അത്രേ ഉള്ളൂ. മരിക്കണ കണ്ണടയുന്നവരെ ഹെൽത്തി ആണെങ്കിൽ എന്തായാലും പണിയെടുക്കും, എത്ര കാലമായാലും. അപ്പൊ അതൊക്കെ അത്രയേ ഉള്ളൂ. നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് വരും, ഒരുപാട് നിങ്ങൾ ബോൾഡ് ആവും. പിന്നെ എന്താ പറയാ, നിങ്ങൾ പിന്നെ ആ ഒരു നിങ്ങളുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലിലേക്ക്, പോസിറ്റീവ് എനർജിയിലേക്ക് പോകും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല ഫ്രണ്ട്സിനെ കിട്ടും, നല്ല ടീച്ചേഴ്സ് ആയിട്ടുള്ള കമ്പനി, നല്ല ഫ്രണ്ട്സ്, നാട്ടുകാരുടെ നല്ല നിലയും വിലയും കിട്ടും. അത് വലിയ കാര്യമാണ്. അത്ര വരെ നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ മൈൻഡാക്കാത്ത നാട്ടുകാർ ടീച്ചറായിട്ട് പോകാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ അയൽവാസികളൊക്കെ പറയും, പിന്നെ നിങ്ങളെ അയൽവാസികളൊക്കെ പറഞ്ഞു കൊടുക്കും, അവള് ടീച്ചറായി, അവള് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനിന്നില്ല പേരൊന്നും അവിടെ ഇല്ല. 15 ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ദിവസം പോകാത്തതൊന്നും ആരും കാണുകയും ചെയ്യില്ല. ട്രെയിനിന്നില്ല പേരൊന്നും അവിടെ മെൻഷൻ ചെയ്യുന്നുമില്ല. സ്കൂളിൽ പോകണുണ്ട്, ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, ഇപ്പൊ സ്കൂളിൽ ട്രെയിനിങ്ങിനെ കേറിയിട്ടുണ്ട്, ഓക്കെ, വർക്ക് ചെയ്യാണ് അവിടെ, നിങ്ങൾ ക്ലാസ് എടുക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നിങ്ങൾ ടീച്ചറായി ട്രെയിനിങ് കഴിഞ്ഞാൽ ഓൺലൈൻകാരെ ഇനി നിങ്ങള് പിന്നെ നിങ്ങൾ ആരും കാണില്ല എന്നിരിക്കണ, നിങ്ങൾ നല്ല ആൾക്കാരെ ഇവിടെ വാച്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളെ മാർക്കൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും, ക്ലാസ്സിൽ കയറും, നിങ്ങളെ വാച്ച് ചെയ്യുന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മാം. ട്രെയിനിങ്ങിന്റെ പേപ്പറിന്റെ മാർക്ക് ഇടണം. അപ്പൊ അത് മാർക്ക് തരണമെങ്കിൽ നന്നായിട്ട് ക്ലാസ് എടുക്കണം. കുട്ടികളെ നമ്മൾ നിങ്ങൾക്ക് തരും, അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കാം. മാം, ഈ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിന് ഞങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. സെയിം നിങ്ങൾക്ക് ഡിഫറൻസ് ഒന്നുമില്ല. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ സെയിം ആണ്. ഓഫ്ലൈൻ സൈന്, ഹെഡിന്റെ സൈനൊക്കെ നിങ്ങൾക്ക് സൈൻ ആക്ച്വലി ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്
പിന്നെ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റിൽ നമ്മൾ അത് സീൽ വെച്ചിട്ട് തരും. അപ്പൊ അത്രയേ ഉള്ളൂ. അത് NS അക്കാദമിന്റെ ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ടീം അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ലെസൺ പ്ലാൻ എഴുതുമ്പോ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അതെപ്പോഴും കീപ്പ് ചെയ്യുക. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കോൺവെക്കേഷൻ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് സൈൻ ഞാൻ സൈൻ ചെയ്തിട്ട് സീൽ വെച്ച് തരാൻ ഞാൻ ട്രൈ ചെയ്യാം. കാരണം കോൺവെക്കേഷൻ ഉണ്ടാവുമല്ലോ, അന്നേരം ഈ ലെസൺ പ്ലാൻ എടുത്തിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ സൈൻ ചെയ്തോളാം. പിന്നെ വേറെ ഇപ്പൊ ഓൺലൈനിൽ വന്നിട്ട് സൈൻ ചെയ്യാനുള്ള വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. പക്ഷേ ട്രെയിനിങ്ങിന്റെ ലെസൺ പ്ലാൻ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കണം കേട്ടോ. അതിന്റെ സൈൻ ചെയ്യുന്നത് അവിടെ വെക്കട്ടെ. അതങ്ങനെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതും. വേറെ കാര്യം പറയാനുള്ളത്, ലെസൺ പ്ലാൻ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും എഴുതുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ ക്യാമറ ഓൺ ചെയ്തിട്ടൊന്നുമില്ലതൊന്നും അവിടെ മെൻഷൻ ചെയ്തൊന്നുമില്ല. എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് എല്ലാം ഒന്നാണ്. ഏത് ലെസൺ പ്ലാൻ ആയാലും ലെസൺ പ്ലാൻ ആണ്. ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഏത് സ്കൂളിൽ വേണേലും പോവാം. ഈ സ്റ്റേറ്റ് CBSE അങ്ങനെ വ്യത്യാസം വല്ലതും ഉണ്ട്? ഗവൺമെന്റ് സ്കൂളിലൊക്കെ ചോദിച്ചാൽ കിട്ടുമോ? ഞാൻ പറഞ്ഞുതരാം. അത് ചോദിച്ചാൽ നല്ല ഡൗട്ടാണ് കേട്ടോ. കാരണം നമ്മളിപ്പോ CBSE സ്കൂൾ ചൂസ് ചെയ്യുന്നത് നല്ലത്. നമ്മളിപ്പോ സ്റ്റേറ്റ് സിലബസ്, കേരള സിലബസ് അല്ല, SCRT എന്ന് പറയും. അപ്പോ ഈ SCRTന്റെ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ ഈ ലാംഗ്വേജ് ഇല്ലാത്തവർക്ക് സുഖമാണ്. കാരണം അവിടുത്തെ ടീച്ചേഴ്സിന് ഓൾറെഡി ലാംഗ്വേജ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് മലയാളത്തിൽ ക്ലാസ് എടുത്തിട്ട് പോരാ. പക്ഷെ അത് നിങ്ങളെ ഡെവലപ്പ് ആവാൻ വിടാതിരിക്കുകയാണ്. സിമ്പിൾ ആണ്. ടോപ്പിക് സിമ്പിൾ ആണ്. CBSE ഡിപ്പെൻഡ്സ് ഓൺ ദി CBSE. ടോപ്പിക് സിമ്പിൾ ഈസി ആണ്. പക്ഷെ നിങ്ങൾക്കുള്ള ഡെവലപ്മെന്റ്സ് ബ്രേക്ക് ചെയ്യാണ് ആക്ച്വലി അവിടെ ചെയ്യുന്നത്. അതൊരിക്കലും ചൂസ് ചെയ്യാണ്ടാന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ കണ്ടിട്ട് നിങ്ങൾക്കും ആ ഒരു പഠിക്കാനുള്ള സംസാരിക്കാനുള്ള ടെൻഡൻസിയും കോൺഫിഡൻസും വരും. ഓട്ടോമാറ്റിക്കലി 15 ദിവസം കൊണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കും. കുറച്ച് കാര്യങ്ങൾ കുട്ടികളോടുള്ള ക്ലാസ് റൂം ലാംഗ്വേജ് ഒക്കെ, അതൊക്കെ അകത്ത് അന്ന് വേർഡ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ബൈഹാർട്ട് പഠിക്കേണ്ട സിമ്പിൾ വേർഡ്സ് ഒക്കെ ഞാൻ അന്ന് തന്നിട്ടുണ്ടല്ലോ. ആ ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് പഠിക്കുക എടുത്ത് നോക്കിയിട്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ ഫ്യൂച്ചർ നോക്കണല്ലോ. എവിടെയും നമ്മളുടെ ഫ്യൂച്ചർ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, നമ്മളൊരു എഫേർട്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും കേട്ടിട്ടില്ലാതെ ഗവൺമെന്റ് സ്കൂളിൽ നിങ്ങൾക്ക് ജോബ് കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാ നിങ്ങള് ഈ ഗവൺമെന്റ് സ്കൂളിൽ ട്രെയിനിങ്ങിന് പോയിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ? കാരണം നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ഇത് ഉണ്ടാക്കി വെക്കണം. നിങ്ങൾക്ക് ഒരു പ്ലേസ് ഉണ്ടാക്കി വെക്കണം. ഒരു പൊസിഷൻ നിങ്ങൾക്ക് അവിടെ പിന്നെ നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കണം. എന്താ, അവിടുത്തെ ടീച്ചേഴ്സിന് നിങ്ങളെ കുറിച്ച് നല്ല മതിപ്പും നിങ്ങൾ ഇഷ്ടപ്പെടും. ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ബോണ്ട് വരും, ഒരു കമ്മ്യൂണിക്കേഷൻ ബോണ്ട് വരും, അവിടെ കണക്ഷൻ വരും. അപ്പൊ അവിടെ എന്തായി, നിങ്ങൾക്ക് ആ സ്കൂളിൽ ഒരു വാക്കൻസി ഉണ്ടാവുമ്പോൾ അവിടുത്തെ ഹെഡ് ഡെഫിനറ്റ്ലി ഇവിടെ ട്രെയിനിങ്ങിന് വന്ന കുട്ടീനെ വിളിക്കാതിരിക്കില്ല, അറിയിക്കും. ഒന്നുമില്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും, ഇവിടെ ഒരു വാക്കൻസി ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തോ, വന്ന് നോക്കൂ നോട്ടു. ഈ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് ഇല്ലാതാക്കേണ്ടത്. അത് ചെയ്യാതിരിക്കാം. കാരണം നമ്മളിപ്പോ ലാംഗ്വേജ് കാര്യങ്ങൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സംഗതി ഇതൊന്നല്ല, ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതൊന്നല്ല നമ്മൾ അവിടെ ചിന്തിക്കണം. നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ എത്ര കുട്ടികള്, ഞാനിപ്പോ 400 സംതിങ് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ അതില് 76 കുട്ടികളെങ്ങാനാണ് വീട്ടിലുണ്ടായത്. ബാക്കിയുള്ള എല്ലാ കുട്ടികളും സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പേ ജോബിന് കയറിയിട്ടുണ്ട്. ഒരുപാട് ബാച്ചിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, എല്ലാ ബാച്ചും കൂടി ആയിട്ടുള്ള. എനിക്ക് എക്സാമിന് വിളിക്കാൻ പറ്റില്ല പകല്, ഇപ്പൊ രാത്രി എക്സാം വെക്കും. അപ്പൊ എന്തായി, രാത്രി മാത്രമേ എക്സാം നടത്താൻ പറ്റൂ. അങ്ങനെയുള്ള അവസ്ഥ വരാൻ കാരണം സന്തോഷമാണ് എനിക്കതിൽ. ആക്ച്വലി നല്ല സന്തോഷം. എല്ലാ കുട്ടികളും സ്കൂളിലാണ്, സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, ഇവര് ട്രെയിനിങ്ങിന് പോയെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങൾ അവർ അതുപോലെ അവിടെ ചെയ്തിട്ട് അവരെ നന്നായിട്ട് ഇംപ്രസ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ വാക്കൻസി വന്നേരം ഇവരെ വിളിച്ചു, ഇവര് ജോബിന് കയറി. ആദ്യമൊക്കെ ആ ഒരു പ്രൊഫഷണൽ പീരീഡ് എന്ന് പറയുമ്പോൾ ചെറിയ സാലറി 5000 ഒക്കെ കയറിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ പിന്നീട് 10 15 വരെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ബാച്ചിലുള്ള റാഷിദയൊക്കെ കയറിയത് 5000-നെങ്ങാനും കയറിയപ്പോ 12,000 ആയി, പിന്നെ 15,000 തന്നെ തരാത്ത പറഞ്ഞു.
കാരണം അവരുടെ സ്കില്ലാണ്. ഡിഗ്രി പോലും ഇല്ലാത്ത കുട്ടിയാണ്. പക്ഷെ അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് സാലറി പോലും മാറ്റി കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇയർലി ഒരു 2000 അങ്ങനെയൊക്കെ മാറ്റി കൂട്ടി കൊടുക്കും. പക്ഷെ ഇവരുടെ സ്കില്ല്, ചില കുട്ടികളുടെ സ്കില്ല് കണ്ടുകഴിഞ്ഞാല് ഇവരെ മിസ് ചെയ്യാൻ പാടില്ല എന്ന് കരുതിയിട്ട് പെട്ടെന്ന് സാലറി ഒക്കെ കൂട്ടി കൊടുക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ഫ്യൂച്ചർ അവിടെ ലോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് അവിടെ ഒരു സ്ഥാനം വേണം എവിടെ ആയാലും. ഇപ്പൊ എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് പറ്റാത്തവർക്ക് ഓൺലൈൻ വഴി ട്രൈ ചെയ്താലും മതി. ഇപ്പൊ ഞാൻ ഈ മോണ്ടിസോറി കയറി നെക്സ്റ്റ് മന്ത് ട്രൈ ചെയ്താണ് ഞാൻ ജോലി കയറിയത്. അവിടെ ഇപ്പൊ എനിക്ക് അവിടെ BA മാത്രമേ ഉള്ളൂ, എനിക്ക് ഒരു ടീച്ചർ ഡിഗ്രി ഇല്ല. എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻ, നീ എന്ത് ടീച്ചറിന് എന്ത് പഠിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയെന്നാ. അത് തന്നെ എനിക്കൊരു ക്രെഡിറ്റ് ആണ് ആ ക്വസ്റ്റ്യൻ തന്നെ. അതെ അത് നമുക്ക് വരുന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതിലൊക്കെ വലിയ കാര്യമൊന്നുമില്ല ജാസ്മിൻ, നമ്മളെല്ലാം പോസിറ്റീവായിട്ട് മാറ്റുക. പോസിബിലിറ്റി ഇതിൽ മാത്രമേ, ട്രെയിനിങ്ങിൽ മാത്രമല്ല, അല്ലാതെ ഈ ഓൺലൈൻ ആയിട്ട് ഇപ്പൊ എന്നെ പോലെ ഓൺലൈൻ പറ്റുന്ന അതിന്റെ അകത്ത് ഓൺലൈനെ പറ്റത്തോളം എന്നുള്ള സാഹചര്യങ്ങളുള്ള ആളുകൾക്ക് ഓൺലൈൻ വഴി ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സത്യത്തിൽ ഓഫ്ലൈനെക്കാളും എനിക്കിപ്പോ തോന്നുന്നു ഓൺലൈനിലാണ് കൂടുതൽ പഠിപ്പിക്കാനുള്ള സ്ഥലങ്ങള്. അല്ല, ഓൺലൈനിലാണ്. നമ്മൾ ഓഫ്ലൈനിലും ഓൺലൈനിലും രണ്ടും കാണുന്നത്. പക്ഷെ എക്സ്പീരിയൻസ് ആണ് വേറൊരു കാര്യം. കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്ത് തരുന്നുണ്ട്. ഓഫ്ലൈൻ കുട്ടികൾക്ക് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ക്ലാസ് അവർ വെറുതെ ഇരുന്നിട്ടൊക്കെ എഴുന്നേറ്റ് പോകും. കാരണം അവര് വർക്കൊക്കെ, പ്രാക്ടിക്കൽ വർക്കൊക്കെ അവിടെ വന്നിട്ടാ ചെയ്യണേ. നിങ്ങൾക്കിപ്പോ അതിനൊക്കെ ചാൻസ് വെച്ചാൽ നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ പ്രാക്ടിക്കൽ വർക്ക് ചെയ്താൽ മതി. അവര് ആ സ്കൂളിൽ വന്നിട്ടാണ് ഫ്ലാഷ് കാർഡും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ടാ ചെയ്യണേ. ഫുൾ ടൈം ക്ലാസ് ഒന്നല്ല അവിടെ നടക്കണേ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത് തന്നെയാണ്. കാരണം വർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്തുനിന്ന് അവര് കട്ട് ചെയ്ത് ചെയ്യും. അവരുടെ ടൈം വെറുതെ പോകും. പിന്നെ വീട്ടില് അവരുടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചായിരിക്കും വരുന്നത്. ഇപ്പൊ ഓഫ്ലൈൻ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസിന്റെ ഇതന്നെ തിയറി തന്നെ കിട്ടണുണ്ട്. പ്രാക്ടിക്കൽ വർക്ക് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ കൂടുതൽ പറ്റുന്ന ഓൺലൈൻകാർക്കാണ്. ഓഫ്ലൈൻ അതെ. പക്ഷെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും, എനിക്ക് എപ്പോഴും പറയാനുള്ളത് ട്രെയിനിങ് എപ്പോഴും ഓഫ്ലൈൻ തന്നെ ചൂസ് ചെയ്യാം. അത് ഭാഗ്യവാന്മാരാണ്. എക്സ്പീരിയൻസ് കുറെ കൂടി അതാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ലേസി മടിയന്മാരൊക്കെ ആണെങ്കിൽ മടിയൊക്കെ അതിനോടെ മാറി കിട്ടും. പിന്നെ നമുക്ക് ജോലി ചെയ്യണം എന്നില്ല, ഒരു ട്രാക്കിലേക്ക് വരും. നമുക്കൊരു എക്സ്പീരിയൻസ് ആയി, ഇഷ്ടം വരും. ഒരു ജോബിനോടൊക്കെ നല്ലൊരു ഇഷ്ടം വരും. ഇങ്ങനെയുള്ള ഒരുപാട് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന കുറെ മാറ്റങ്ങളുണ്ട് കേട്ടോ, സ്കൂളിലെ എക്സ്പീരിയൻസിന് പുറമെ. അല്ലാതെ ഒരു സ്കൂളിലെ നിയമങ്ങളും കാര്യങ്ങളും കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കും ഇല്ലേ? നമ്മളിപ്പോ ഈ ബുക്കിലല്ലേ പഠിക്കുന്നുള്ളൂ. അതൊക്കെ ഈ ഓഫ്ലൈൻകാർക്കേ കിട്ടത്തുള്ളൂ, ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അത് മാക്സിമം ഓഫ്ലൈനിൽ ചൂസ് ചെയ്യുക. ഒരാൾ ഓൺലൈനിൽ ചെയ്യണുണ്ട്, ഞാനും അങ്ങനെ ആക്കണ്ട. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഓഫ്ലൈനിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും കേട്ടോ. എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് ജോബ് വേക്കൻസി വന്നിരുന്നു മിസ്സേ, പഠിച്ചോണ്ടിരുമ്പോ തന്നെ വന്നു. പക്ഷെ ഈ സാഹചര്യം ഇതൊക്കെ ആയതുകൊണ്ട് നോ പറഞ്ഞു. സിറ്റുവേഷൻ ചില ആൾക്കാരുടെ അങ്ങനെയാണോ, പിന്നെ എന്താ ചെയ്യാ. നമ്മള് പിന്നെയും പറ്റും. ഒന്ന് കിട്ടണമെങ്കിൽ ഒന്ന് ത്യജിക്കണം എന്ന് പറയുന്നതാണ് ലൈഫ്. ഇതൊക്കെ എപ്പോഴും പിന്നെ ഇതൊന്നും ഇല്ലാണ്ട് നമ്മള് ഫ്രീ ബേർഡ് ആയിരിക്കണം. ഡിപ്പെൻഡഡ് ആവാൻ പാടില്ല. ഡിപ്പെൻഡഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ ഇതുപോലുള്ള സംഗതികള് ചെയ്യാതെ പറ്റില്ല. അപ്പൊ നമ്മളില്ലേ ഇവിടെ ഫാസില പറഞ്ഞതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ പോവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അവിടെ ഒരു ജോലി സാധ്യതയിൽ വിളിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ട്രെയിനിങ്ങിന് പോയ സ്കൂളായിട്ട് ഒരു ബോണ്ട് വരും. അപ്പൊ ആ ട്രെയിനിങ്ങിന് പോകുന്ന സ്കൂള് CBSE സ്കൂൾ ആയി കഴിഞ്ഞാൽ ബെറ്റർ ആണ്. കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് CBSE ഏത് പിന്നെ എന്താ പറയാ സ്കൂളിലും ജോബ് കിട്ടുന്നതാണ്. പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ നമ്മൾ പറയാതിരിക്കാൻ വയ്യല്ലോ, കേട്ടറ്റ് നിർബന്ധമാണ്. കേട്ടറ്റ് എഴുതിയിട്ട് പാസ്സാകാന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെയാണ്. അപ്പൊ അതൊക്കെ ആലോചിക്കാം കേട്ടോ. പിന്നെ ഇനി ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറയാം. മിസ്, ഈ ലെസൺ പ്ലാൻ അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണോ? ഈ ഒരു ടീച്ചിങ് ലെസൺ പ്ലാൻ അല്ലാതെ വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ നമുക്ക്? അതായത് ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുപോകണം, ഫ്ലാഷ് കാർഡ്, പപ്പറ്റ്, അത് നിങ്ങൾക്ക് കിട്ടുന്ന ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഡെയിലി ചില സ്കൂളില് ഹെഡൊക്കെ പറയും നാളെ ലെസൺ ടീച്ചിങ് എയ്ഡ്സ് ഇത് ഉണ്ടാക്കി കൊണ്ടുവരണം, ആ ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുവരണം അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവര് നമ്മളെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് നമ്മൾ ഫ്രീ ആയിട്ട് പണിയെടുത്ത് കൊടുക്കാണ് അല്ലേ. ഇപ്പൊ വീട്ടിലൊരാൾ വന്നിട്ട് ഫ്രീ ആയിട്ട് പണിയെടുത്ത് തരാന്ന് പറഞ്ഞാൽ നമ്മള് പറയും, എന്നാ പിന്നെ എല്ലാം എടുത്തോ പറയും.
അത് അപ്പൊ അങ്ങനെയല്ല, അവിടെ നിങ്ങള് ലോജിക്കലി നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ നിങ്ങളോട് പറയുകയാണെങ്കിൽ നാളെ പിന്നെ ടീച്ചിങ് എയ്ഡ്സ് എന്തെങ്കിലും കൊണ്ടുവരണേ ഡെയിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരെ കയ്യിലെടുക്കാൻ പറ്റണം. അതായത് ഇങ്ങനെ പറയാലോ, എനിക്ക് ഇരുന്ന് പിന്നെ രാത്രി വീട്ടിലെ ജോലിയൊക്കെ വെച്ചിട്ട് ഇരുന്ന് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഒരുപാട് പണിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഡെയിലി ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സോപ്പിട്ട് സംസാരിക്കാൻ പഠിക്കണം കേട്ടോ. ഇതൊന്നും പറഞ്ഞുതരാൻ പാടില്ല ശരിക്കും. പക്ഷെ നിങ്ങൾ എന്റെ മക്കളല്ലേ, അപ്പൊ പിന്നെ കുറച്ച് നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയോണ്ട് പറഞ്ഞിരുന്നതാണ് കേട്ടോ. ഡെയിലി ടീച്ചിങ് എയ്ഡ്സ് ഒന്നും കൊടുക്കണ്ട. എങ്കിലും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒരു 15 ദിവസം ഉണ്ടെങ്കിൽ ഇടവിട്ടിട്ട് ഒരു 2 ദിവസമൊക്കെ ഇടവിട്ടിട്ട് ടീച്ചിങ് എയ്ഡ്സ് കൊണ്ട് പോയിട്ടൊക്കെ ക്ലാസ് എടുക്കാം. നിങ്ങൾ ഒട്ടും കൊണ്ടുപോകാത്ത ആളാന്നില്ല ഒരു പേരും വരില്ല, ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നില്ല ഒരു ഇതും വരും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് ആ ടീച്ചിങ് എയ്ഡ്സ് വെച്ച് ക്ലാസ് എടുക്കുന്ന ദിവസം ഇത്തിരി നല്ല ലൗഡ്ലി ക്ലാസ് എടുത്ത് മറ്റുള്ളവർ കാണേ ഒന്ന് ക്ലാസ് എടുത്ത് കൊടുത്തേ. പിന്നെ മാർക്കൊക്കെ കിട്ടുമ്പോ കുറച്ച് നിറയെ മാർക്ക് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതൊക്കെ നമ്മളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്താൽ മതി. മിസ് ഒരു ഡൗട്ടും കൂടി ഉണ്ട്. മിസ് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരുപാട് ടോപ്പിക്സ് തന്നു. ഞങ്ങൾ ഓൺലൈൻകാർക്ക് ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഒരു 10-15 എണ്ണം ഉണ്ട്. അപ്പൊ മിസ് പറഞ്ഞു വെച്ചാൽ പേരൻസിനോട് ചോദിക്കും, അവര് വേറെ ടോപ്പിക് പറയാൻ അത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ പേരൻസ് ഒന്നും അങ്ങനെ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം, ഒരു ഡൗട്ട് ചോദിക്കുവാണ്. ഇതിന്റെ അകത്ത് മലയാളത്തിന്റെ ഒരു ടോപ്പിക് പോലും ഇല്ല. നമ്മൾ മലയാളം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആവുകയാണ് നാളെങ്കിൽ നമുക്ക് മലയാളം പഠിപ്പിക്കാൻ ട്രെയിനിങ് മലയാളത്തിന്റെ ടോപ്പിക് മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂളിൽ പോയാലും പാട്ട്, കഥകള്, കവിതകള് അല്ലെ, ഇതൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുക. പിന്നെയാണ് KG വരുന്ന അക്ഷരങ്ങള്, പിന്നെ 2 ലെറ്റർ വേർഡ് തറ പറ എന്നില്ല അങ്ങനെയുള്ളതൊക്കെ. അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എങ്ങനെയൊക്കെ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. മലയാളം എന്ന് പറയുന്നത് അത്ര നമുക്ക് ടാസ്ക് ആയിട്ട് പഠിപ്പിച്ചു, ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല ഇന്നത്തെ ജനറേഷനിൽ, അറിയാലോ. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ഒരു ലെസൺ പ്ലാൻ മോഡൽ EVS ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, KG വേറെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളം മാത്രം. നിങ്ങൾ അതന്നെ പിന്നെ പാരന്റ്സ് ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിക്കും. ഇപ്പൊ അറബിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ സോറി ഞാൻ അറബിക്ക് എടുക്കുന്ന ടീച്ചർ അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ്സ് പറയാം. കാരണം എന്താ, ഇല്ലാത്തത് ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പൊ പറയാം, ഞാൻ അറബിക്ക് എനിക്ക് അറിയില്ല, പോസിബിൾ അല്ല, ഞാൻ അറബിക്ക് എടുക്കുന്ന ടീച്ചർ അല്ല എന്ന് പറയാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പറയാം. കാരണം ഈവൺ ഇപ്പൊ എന്നോട് പറഞ്ഞാൽ പോലും എനിക്ക് പറ്റില്ല പഠിപ്പിച്ചു കൊടുക്കാന്. അതിന്റെ സൗണ്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, എനിക്കറിയില്ല പറഞ്ഞു കൊടുക്കാന്. ഞാൻ നന്നായിട്ട് വായിക്കും, പക്ഷെ പഠിപ്പിച്ചു കൊടുക്കൽ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നന്നായിട്ട് അറബിക്ക് റീഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരിക്കലും അതിന്റെ മീനിങ്ങിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു കൊടുക്കാന്, അതിന്റെ മീനിങ് അറിയാതെ നമ്മൾ അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അറബിക്കിന്റെ ആ ഒരു മീനിങ് എക്സാക്ട് കിട്ടാതെ നമ്മൾ അതിന്റെ സൗണ്ട്സ് പറഞ്ഞു കൊടുക്കാതെ ഒന്നും പറ്റില്ല. പക്ഷെ ഖുറാനൊക്കെ കിട്ടിക്കാൻ ഞാൻ നന്നായിട്ട് സ്പീഡിൽ വിടും, പക്ഷെ അതുപോലെയല്ല ഇത്. അതിന് മീനിങ് അറിഞ്ഞിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അത് പറ്റാതെ നമ്മൾ അതിലേക്ക് ഓക്കെ ഞാൻ അറബിക്ക് എടുക്കാന്ന് പറയുന്നതിൽ കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങള് അതുപോലുള്ള ടാസ്കൊക്കെ അല്ല, ഇപ്പൊ ചില പാരന്റ്സ് അറബിക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു എനിക്കത് പോസിബിൾ അല്ല, ഞാൻ അറബിക്കല്ല എടുക്കണത്, അത് പറയാം. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങള് ഡയറക്റ്റ് പറയാന്നുള്ള കാര്യം. പിന്നെ അല്ല, അത് നമ്മൾക്ക് പറയാനുള്ളത് ഓപ്പണായിട്ട് പറയാം. നമ്മൾ എന്തിനാ അങ്ങനെ പറയാനുള്ളത് ഇതായിട്ട് ഇനിയിപ്പോ ക്ലാസ് എടുക്കാൻ പറ്റാതെ. എനിക്കിപ്പോ ജാസ്മിനോട് ഞാൻ പറയാണ്, ഇതാ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറബിക്ക് എടുത്തു കൊടുത്തേ, ജാസ്മിന് ഇപ്പൊ പറ്റുവാണെങ്കിൽ ഓക്കെ, പറ്റില്ലെങ്കിൽ ജാസ്മിന് ക്ലാസ് എടുക്കാൻ നിന്നിട്ട് മൊത്തം കിളി പോയി അവിടെ ഇരുന്നിട്ട് ആ ടൈം അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഫ്രഞ്ച്, അറബിക്കൊക്കെ. ഞാൻ പറഞ്ഞു ഫ്രഞ്ച്, അറബിക്, സാൻസ്ക്രിറ്റ്, മാത്സ്, ഇതൊരു 5 വിഷയം എന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. വേറെ ഏത് വിഷയമാണെങ്കിലും ഞാൻ കൈകാര്യം ചെയ്യും. ഞാൻ സയൻസ് എടുക്കുന്നുണ്ട്, സോഷ്യൽ എടുത്തിട്ടുണ്ട്, ഹയർ ക്ലാസ്സും എടുത്തിട്ടുണ്ട്, ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ. സയൻസ് പിന്നെ ഹയർ ക്ലാസ് എനിക്ക് പറ്റത്തില്ല, മീൻസ് ഫിസിക്സും കെമിസ്ട്രി പ്രോബ്ലംസ് ഒക്കെ വരുന്നത് നമ്മളതൊക്കെ ബയോളജി എത്ര ലെവൽ +2 വരെ ആണെങ്കിലും നമ്മള് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി അല്ല, മാത്സ്. അതാണിപ്പോ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മാത്സ് പോസിബിൾ ആയിരിക്കില്ല, മാത്സ് പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന എടുക്കാം. ഇപ്പൊ ചിലപ്പോ 7th സ്റ്റാൻഡേർഡിലെ കുട്ടിയോ 9th കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പറ്റുന്ന പോലെ അങ്ങനെ പറയാവില്ലെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് പറ്റാത്തത് എടുത്തിട്ട് ക്ലാസ് എടുത്തിട്ട് വെറുതെ നിങ്ങളുടെ ക്ലാസ്സിന്റെ ആ സ്കില്ലും കളഞ്ഞു കൊണ്ടുപോയിട്ട് നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ചില്ല, മാർക്കും പോയി, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന നല്ല ടോപ്പിക് വെച്ചിട്ട് ക്ലാസ് എടുക്കാം.
ഓക്കെ, അത് വേറെ എന്തെങ്കിലും ഓക്കെ നിങ്ങൾക്ക് പറ്റണോ ഓക്കെ ആയിട്ടുള്ളതാണെങ്കിൽ അത് എടുക്കാം, ഇത്രേ ഉള്ളൂ. പിന്നെ ഇത്രേ പറയാനുള്ളൂ. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ഡേയ്സും മാക്സിമം പോയിട്ട് അവരോട് ചോദിക്കുക ഈവനിങ് വരെ നിൽക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മോർണിംഗ് 3 പീരീഡ് എടുത്തിട്ട് എനിക്ക് ഉച്ചയ്ക്ക് പോകാൻ പറ്റുമോ, അലൗഡ് ആണോ എന്നുള്ളത് ചോദിക്കാം. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഉച്ചയ്ക്ക് പോവാറുണ്ട്. അത് ആദ്യം പെർമിഷൻ വാങ്ങണം കേട്ടോ. ഞാൻ ഉച്ചവരെ എടുക്കണ്ടു, ഞാൻ ട്രെയിനിങ്ങിന് വന്നതെന്ന് എനിക്ക് സാലറി തരുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അവരായിട്ട് ഒരു ധാരണയിൽ വേണം അല്ലേ. അപ്പൊ അതില് ചോദിക്കാം, ഞാനിങ്ങനെ പിന്നെ 3 പീരീഡ് മോർണിംഗ് എടുത്തിട്ട് എനിക്ക് ഉച്ചയ്ക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ. അപ്പൊ അത് മിസ് ആദ്യം അവരെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കേറിയപ്പം ആദ്യം ഇതുങ്ങളെയൊക്കെ സോപ്പിട്ട് കയ്യിലെടുക്കണം. എന്റെ അടുത്തെല്ലാം ആദ്യം നോയാ പറഞ്ഞു ഞാൻ കയറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അത് പറ്റത്തില്ല, ഈ ടൈമിൽ തന്നെ എടുക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ അവര് നമ്മുടെ ടൈം അനുസരിച്ച് കുറെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അല്ല, അത് സത്യമാണ്. നമ്മളെപ്പോഴും നമുക്ക് അറിയാം ചില ടീച്ചേഴ്സിനെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതുപോലെ തന്നെ ജാസ്മി പറഞ്ഞാൽ ഇത്തിരി ഒന്ന് സോപ്പിട്ടിട്ടായാലും അവരെ പോക്കറ്റിലാക്കാൻ നോക്കാം. വേറൊന്നും വഴിയില്ല. ക്ഷമിക്കാം, ക്ഷമാശീലരാവാം ചിലയിടങ്ങളിൽ. പിന്നെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പോ ട്രെയിനിങ് ഡ്രസ്സ് ബാഗ് A to Z പറഞ്ഞിട്ടുണ്ട്. ബുക്ക് വേണ്ടത് 2 ലെസൺ പ്ലാൻ ബുക്ക് വേണം. ഒന്ന് നിങ്ങൾ എഴുതിയിട്ട് കൊണ്ടുപോകണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ലെസൺ പ്ലാൻ എഴുതുമ്പോ ഈ പ്രാക്ടീസ് ബുക്ക് നോക്കിയിട്ട് അതിലേക്ക് പകർത്തിയിട്ട് ഈ ടോപ്പിക്ക് മാറ്റി കൊടുത്താൽ മതി. ടോപ്പിക്ക് മാത്രം മാറ്റിയിട്ട് ബാക്കിയൊക്കെ അതന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഇതൊക്കെ ചെയ്യാവുന്നതാണ് എപ്പോഴും. പിന്നെ ഒരു ചെറിയൊരു 100 പേജിന്റെ നോട്ട് വേണമെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ എഴുതിയിട്ട് എടുത്തോളും. ക്ലാസ് റൂം ലാംഗ്വേജും പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബൈ ഹാർട്ട് പഠന കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതും പിന്നെ എന്തെങ്കിലും ടിപ്പും നോട്ട്സും അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നാളെ പോയി കഴിഞ്ഞാൽ ഞാൻ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടോ, ഏത് ആക്ടിവിറ്റി എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷൻ വരാൻ പാടില്ല. അതെന്ത് ചെയ്യാം, അത് ഇപ്പൊ തന്നെ ഞാൻ എഴുതി വെച്ച് കുറെയൊക്കെ അതിനുവേണ്ടി മാത്രം ഒരു ബുക്ക് എടുത്ത്. ഒരു 100 പേജിന്റെ നോട്ടിൽ ഞാൻ ഇന്ന ക്ലാസ്സിന് UKGBയിൽ ഞാൻ ഇന്ന ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഐ ഷുഡ് ചെക്ക് ദാറ്റ്. അപ്പൊ അതൊരു ഞാൻ ചെക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ റിമൈൻഡ് അതാണ് ഈ നോട്ട് എന്ന് പറയുന്നത്. റിമൈൻഡ്സ് നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു ടീച്ചിങ് ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് തൊട്ടിട്ട് ക്ലാസ്സിൽ സംസാരിക്കേണ്ട കുറച്ച് വേർഡ്സ് ഒക്കെ അതിൽ എഴുതി വെച്ചിട്ട് പോവാം. ലാംഗ്വേജ് ഒന്നും ഇല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ടിപ്പൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് അത് പ്രശ്നമില്ല. പൊതുവെ ഭൂരിഭാഗം CBSE സ്കൂൾ ചൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. പക്ഷെ ഭൂരിഭാഗം CBSE സ്കൂളിലും ഇറ്റ് ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ് മാത്രമേ ക്ലാസ് എടുക്കാവുള്ളൂ എന്ന് പറയാം. അപ്പം ഈ മലയാളം മീഡിയം പോകുന്ന ആളുകൾക്കെല്ലാം ഡിഫിക്കൽട്ട് ആയിരിക്കത്തില്ലേ. പൊതുവെ ഇപ്പോഴത്തെ കൂടുതൽ CBSE സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രമേ ക്ലാസ് എടുക്കാവുള്ളൂ. നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല, സ്റ്റാഫ് റൂമിൽ മലയാളത്തിൽ സംസാരിക്കും. പിന്നെ ക്ലാസ് റൂം ലാംഗ്വേജ് സിമ്പിൾ അല്ലേടാ, അതിലെന്താ പറയിടാവുന്ന കുട്ടികളോട് സംസാരിക്കുന്നത് സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ആക്ച്വലി മലയാളം മീഡിയംകാർക്ക് അത് പാടായിരിക്കത്തില്ല മിസ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതൊന്നുമില്ല, ഇവരെ എഴുതി വെച്ചിട്ട് ഇവര് പഠിച്ചോളൂ അല്ലേ മക്കളെ, പഠിക്കില്ലേ? അതൊക്കെ ഒരു ദിവസം പിന്നെ മിസ് +1 +2 ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാവും. 2 വാക്ക് ഇംഗ്ലീഷ് കുട്ടികളോട് സംസാരിച്ചിരിക്കും, എന്നിട്ട് ആ 2 വാക്ക് നല്ല സെറ്റ് ആക്കിയിട്ട് ബൈ ഹാർട്ട് അടിച്ചിട്ട് പോവാം. അടുത്ത ദിവസം ഞാൻ 4 വാക്ക് സംസാരിക്കും, ആ 4 വാക്ക് പഠിച്ചിട്ട് പോവാം. ഇങ്ങനെ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടീച്ചേഴ്സ് സംസാരിക്കേണ്ട ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ജാസ്തി വായി തുറക്കരുത്, മിണ്ടരുത്. അത്യാവശ്യം നിങ്ങൾക്ക് 15 ദിവസത്തിന്റെ ഉള്ളില് നിങ്ങൾക്ക് സംസാരിക്കേണ്ട, ഓൺലൈനിലാണെങ്കിൽ ഈ മെത്തേഡ് ചൂസ് ചെയ്യാം. എന്നിട്ട് എന്താ, ഈ 15 ദിവസം കൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ടീച്ചർക്ക് കുട്ടികളോട് സംസാരിക്കേണ്ട ലാംഗ്വേജ് കിട്ടിയിരിക്കും. കാരണം ഒരു ദിവസം 2 ആണെങ്കിൽ അടുത്ത ദിവസം 4 എന്നുള്ള രീതിയിൽ പിടിക്കാം. അപ്പൊ ഓക്കെ ആയിക്കോളും. ഇനി ജാസ്മിൻ പറയും. അത് ഡൗട്ട് ചോദിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഓൺലൈൻ കാലത്ത് ഞങ്ങളടുത്ത് ഇന്ന ഭാഷ എടുക്കണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ സ്കൂളിൽ പോകുന്ന ആളുകൾക്ക് അത് എടുക്കേണ്ടി വരും. ചില സ്കൂളുകാർ മസ്റ്റ് ആണ് ക്ലാസ് റൂമിൽ ലാംഗ്വേജ് മാത്രമാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. ഓൺലൈൻകാരും ഇംഗ്ലീഷ് തന്നെയാണ്, ഇംഗ്ലീഷ് തന്നെയാണ്, മലയാളം ഒന്നും ഇല്ല. അയ്യോ മിസ് അങ്ങനെ പറയാൻ ഇരിക്കുന്നവര് 1 or 2 പേരുണ്ട്, ഒരാളൊന്നും ആയിരിക്കില്ല. അവര് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ തീർന്നു, മാർക്ക് കുറക്കും. ചുമ്മാ മിസ് കാമോടി മിസ്സിന്റെ ചിരി കേട്ടോ. ഇല്ല, ഓൺലൈനിൽ ചൂസ് ചെയ്തിട്ട് ഓൺലൈനിൽ ഞാൻ ചറവറ മലയാളം പറയാം, അങ്ങനെയൊന്നുമില്ല. ഇംഗ്ലീഷ് തന്നെ ക്ലാസ് എടുക്കണം കേട്ടോ. +1 +2 ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാവും.
അല്ല, ഓൺലൈൻകാർക്കും അപ്പൊ 2 റെക്കോർഡ് വേണ്ടേ? ടീച്ചിങ് മാനുവലിന് 2 റെക്കോർഡ് വേണം വേണ്ടേ? വേണം. ഓൺലൈൻകാർക്കും ഓഫ്ലൈൻകാർക്കും 2 റെക്കോർഡ് വേണം. ആദ്യം ഒരു റെക്കോർഡിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇത് നിങ്ങൾ പഠിക്കുകയാണ്. ലെസൺ പ്ലാൻ എഴുതിയെന്ന് പറയുന്നത് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ കയ്യിൽ ഒരു സൂചി വെക്കാൻ സിറിഞ്ച് നമ്മൾ സിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ടൂൾസ് ആണ്. അതുപോലെ നമ്മളുടെ ടൂൾസ് ആണ് ഇത് നമ്മളുടെ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലെസൺ പ്ലാൻ എഴുതി പഠിച്ചാലാണ് ഒരു ടീച്ചർ ആകുന്നത്. ലെസൺ പ്ലാൻ ഇല്ലാത്ത ടീച്ചർ ആവില്ല. അപ്പൊ എന്താ ചെയ്യാ, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാനും ഓൺലൈൻകാർക്കായാലും ഒന്ന് നിങ്ങളുടെ ട്രെയിനിങ്ങിന് എഴുതാനും രണ്ടും എല്ലാവർക്കും വേണം. ഓഫ്ലൈനിലും ഓൺലൈൻകാർക്കും 2 റെക്കോർഡ് വേണം. അതും പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡ് കേട്ടോ. പിന്നെ ഇത്രയും കാര്യം ട്രെയിനിങ്, ഡ്രസ്, പിന്നെ നിങ്ങളുടെ ബിഹേവിയർ A to Z പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ക്ലാസ് റൂമിലെ കാര്യം. ക്ലാസ് റൂമിൽ ഹൈപ്പർ ആക്റ്റീവായ കുട്ടി ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നത് +1 +2 ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യില്ല. ട്രെയിനിങ്ങിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. പിന്നെ +2 ചെയ്യാട്ടോ. നമ്മുടെ ഇതിൽ തന്നെ LISന്റെ +2 ഒക്കെ ഉണ്ട്. +2 ചെയ്ത് തീർക്കുക. ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. ഗൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ മാത്രമാണെങ്കിൽ +2നൊക്കെ ക്ലാസ് എടുത്തിരുന്നത്. ഞാൻ +2ന് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഗൈഡിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഒരുപാട് പഠിക്കാനുണ്ടാവുന്നൊന്നും ചിന്തിക്കണ്ട. സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ട് +2 പാസ്സാകാൻ പറ്റും. ഓക്കെ. 6 മാസം കൊണ്ടാണോ? നമ്മുടെ ഇവിടെയൊക്കെ പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നിട്ട് +2 ഒക്കെ പഠിച്ചിട്ട് പോവാറുണ്ട്. അവരെ പഠിപ്പിക്കേണ്ട ഭാഗ്യമൊക്കെ എനിക്ക് എല്ലാരെയും പഠിപ്പിക്കേണ്ട ഭാഗ്യം കിട്ടാറുണ്ട്. 6 മാസാണോ ഇതിന് വരുന്നത്? 6 മാസമല്ല, 6 മാസങ്ങളോ, അതായത് 1 വർഷത്തോളം വരും ഏകദേശം. ക്ലാസ് മറ്റു കാര്യങ്ങള് അസൈൻമെന്റ് ഇതൊക്കെ വരുമ്പോ ഏകദേശം 1 വർഷത്തോളം വരും. നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. അയാദിയില് ചോദിച്ചാൽ മതി. ഡൗട്ട് ഐ തിങ്ക് മിസ്സിനെ ആണെന്ന് തോന്നുന്നു. മിസ്സിനെയാണ് +2 കൂടി ചെയ്യുന്നുണ്ട് ഈ MTTC ഇത് കൂടാതെ. +2 ചെയ്യാട്ടോ. +2 ചെയ്യണം, ഡിഗ്രിയും ചെയ്യണം. എന്തായാലും ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ അറിയാൻ പറ്റും. ക്ലാസ്മേറ്റിന് ചെയ്യുന്നുണ്ട്. ചെയ്യണം. +2ന്റെ ബുക്ക് ഇവിടെ എവിടെ വേണം എന്റെ കയ്യില്. ഞാൻ കാണിച്ചു തരാം. ചെറിയ പുസ്തകം വെച്ചിട്ടാ പഠിക്കണം. നിങ്ങൾ കരുതും +2 +1 +2 പഠിക്കണോണ്ട് ഒരുപാട് പഠിക്കാനുണ്ടല്ല. സിമ്പിൾ ആണ്. ഗൈഡ് വെച്ചിട്ട് പഠിക്കണോണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഇനി ശ്രദ്ധിക്കണ്ടേ, മലയാളം തന്നെ ഉണ്ടാവും. മലയാളം തന്നെ എടുക്കാൻ പറ്റില്ലേ? അല്ല, മലയാളം അങ്ങനെയല്ല. അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് എടുക്കുമ്പോ ഞാൻ ഇംഗ്ലീഷാണ് എടുക്കണത്. പിന്നെ ഇംഗ്ലീഷ് തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നെ വേറെ കാര്യം, കുട്ടികൾ പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും ക്ലാസ് റൂമിൽ. അപ്പൊ ഹൈപ്പർ ആക്റ്റീവായ കുട്ടിനെ ഇത്തിരി ഒന്ന് ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ശ്രദ്ധ കുറവായിരിക്കും ആ കുട്ടിക്ക്. ഇത്തിരി അപ്രിസിയേഷൻ കൊടുക്കുക കുട്ടിനോട്. കുട്ടി ഭയങ്കര മോശമാണ്, എനിക്ക് 2 അടി കൊടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാലും കുട്ടിനോട് പറയാ ഇവൻ അടിപൊളിയാണ്, ഇവൻ എഴുതിയത് നോക്കി എല്ലാവർക്കും ഹാൻഡ് റൈറ്റ് ഒക്കെ ഇങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ പറയുമ്പോ അവന് അറിയാതെ അവന് അല്ലാത്ത സംഗതി അവന്റെ സ്വഭാവത്തിൽ വരും. അവൻ അങ്ങനെയല്ല, അവൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ആള് കച്ചറയാണ്. പക്ഷെ എന്താണ് നമ്മള് വെറുതെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക, അപ്രിസിയേഷൻ കൊടുക്കുക. അപ്പൊ അവിടെ എന്ത് വന്നു, ഞാൻ ഈ ഒരു ട്രെയിനിങ് കൊടുക്കാൻ ഒരു സ്കൂളില്, ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളില് അവിടുത്തെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സംഗതി അവർക്ക് പറഞ്ഞു കൊടുത്തരാം. ഈ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പോകുമ്പോ ഒരു ടീച്ചർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ 25 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി കുട്ടികളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ മാം ഇത് പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, ഇത്രയും വയസ്സായിട്ട്, എനിക്ക് നല്ല വയസ്സുണ്ട്, ഞാൻ റിട്ടയർഡ് ആവേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു, പക്ഷെ ഈ സ്കൂളിന് എന്നെ വേണ്ടത് കൊണ്ട് അവർ എന്നെ നിർത്തണുണ്ട്, സാലറിയും കൂട്ടി തന്നിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ഇവിടെ നിൽക്കണം. ഇത്രയും പ്രായമായിട്ടും എന്നെ ആരെങ്കിലും അപ്രിസിയേഷൻ ചെയ്യുന്ന സമയത്ത്, ഒരു അപ്രിസിയേഷൻ എവിടെ നിന്ന് കിട്ടുന്ന സമയത്ത് ഒരു പരിഗണന കൊടുക്കുക, വെറുതെ ഒന്ന് പുകഴ്ത്തുക, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ അത് കിട്ടുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ എന്ത് ചെയ്യും, വേണ്ട എനിക്ക് പോവാന്ന് തോന്നിയാൽ ഞാൻ അവിടെ നിന്നിട്ട് 2 കാര്യം എക്സ്ട്രാ ചെയ്തു കൊടുത്തിട്ടേ വരും. ടീച്ചർ പറഞ്ഞ ആ പോയിന്റ് വല്ലാതെ ജീവിതത്തിൽ കൊള്ളുന്ന സംഗതിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ കൈയൊക്കെ പിടിച്ച് ഒരുപാട് കെട്ടിപ്പിടിച്ച് ഹഗ്ഗൊക്കെ ചെയ്ത് കിസ്സൊക്കെ തന്നിട്ടാ പോയത്. അപ്പൊ എന്നോട് പറഞ്ഞു അത് മനസ്സിൽ വല്ലാതെ തറച്ചു. കാരണം ഈ വയസ്സാം കാലത്തും ഞാൻ ആഗ്രഹിക്കുന്ന എവിടെന്നെങ്കിലും പരിഗണന.
ഇത്ര പ്രായമായില്ലേ, ഇനി എന്നെ ആരും പരിഗണിച്ചിട്ടില്ല, വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങും ചില ആൾക്കാർ. പക്ഷെ ഈ പ്രായത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പരിഗണന എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പൊ ഈ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് കൊടുത്തതിനാൽ കുട്ടികളെ കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളത് ടീച്ചർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറെ എന്നോട് അറിയാം ഒരിക്കലും മറക്കില്ലാത്തൊക്കെ പറയും. അവൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. പക്ഷെ നമ്മളെ ഇതുകൊണ്ട് സാഹചര്യം കൊണ്ട് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റാറില്ല, അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെയാണ്. മാം ഒരു മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായില്ലേ? അപ്പൊ ഓഫ്ലൈൻ കുട്ടികൾ എങ്ങനെയാ ആ മാർക്ക് ലിസ്റ്റ് മാർക്കിടല്? എന്താ ഞാൻ കേട്ടില്ലടാ, ഞാനിവിടെ വേറെ മെസ്സേജ് വന്നിട്ട് റീഡ് ചെയ്യായിരുന്നു. എന്താ ഒരു മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മാർക്ക് ലിസ്റ്റ്. അപ്പൊ ഓഫ്ലൈൻ കുട്ടികൾ എങ്ങനെയാ അതില് മാർക്ക് ഇടല്? ഓഫ്ലൈൻ കുട്ടികൾക്ക് തന്ന മാർക്ക് ലിസ്റ്റ് ട്രെയിനിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നിങ്ങളുടെ പ്രിൻസിപ്പലിനെയോ ആരാണ് നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരുന്ന ഹെഡ് ആണെങ്കിൽ അവരെ ഏൽപ്പിക്കാം. ട്രെയിനിങ് ലെറ്ററിന്റെ കൂടെ തന്നെ ഈ മാർക്ക് ലിസ്റ്റ് ഏൽപ്പിക്കാം. നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുമ്പോ അത് അവര് നിങ്ങളുടെ കയ്യിൽ തരും മാർക്ക് ഇട്ടിട്ട്. ചില കുട്ടികൾ വന്നിട്ട് കരയാറൊക്കെ ഉണ്ട്, ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്ത് വെക്കാൻ 5 മാർക്കാണ് 10ൽ തന്നത്, 2 മാർക്കാണ് കിട്ടിയത്. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നു വേണ്ട കേട്ടോ. അത് അവർക്ക് ഇഷ്ടമുള്ള തന്നിട്ട് 10 കിട്ടിയാലും 10ൽ 8 9 കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല. കൊടുക്കാതെ അതിൽ അവര് മാർക്ക് ചെയ്തിട്ട് സീലൊക്കെ വെച്ച് സൈൻ ചെയ്തിട്ടൊക്കെ ലാസ്റ്റ് തരും. ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ഉപഹാരം നിങ്ങളുടെ കയ്യിൽ തരും. അതിന് മുമ്പ് പറ്റുമെങ്കിൽ ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ട് ട്രെയിനിങ് കഴിയാറാവുമ്പോൾ ഇതൊക്കെ കൊടുത്ത് അവരൊന്ന് എല്ലാരും കൂടെ ഒന്ന് ഒന്നിച്ച് പോക്കറ്റിലാക്കിയിട്ട് ഇറങ്ങി വരാം. ജാസ്മിൻ പറഞ്ഞ പോലെ, നേരത്തെ സോപ്പ് എന്ന് പറഞ്ഞ പോലെ. അല്ല അത് ചുമ്മാ തമാശക്ക് പറഞ്ഞല്ല, എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാ. എന്റെ അടുത്ത് അല്ല ഭയങ്കര ഹാർഷ് ഞാനും തന്നെയാണ് പറയുന്നത്. ഈ കുട്ടികളൊക്കെ കേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ഒരു എക്ലിയർ ഒക്കെ നമ്മുടെ കൊടുത്തിട്ട് എല്ലാ സ്കൂളിലും പുതുതായിട്ട് ഞാൻ വരുന്ന പോകുമ്പോൾ ആളുടെ അടുത്ത് ഒരു ഇത് ഞാനിനി വരില്ലല്ലോ, 15 ദിവസം ഉണ്ടായില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഒരു മധുരമൊക്കെ കൊടുക്കാം. അപ്പൊ ഈ ടീച്ചർ ഒരു 8 മാർക്ക് ഇടാന്ന് വെച്ചാൽ ടീച്ചർ ഒരിക്കലും ഇത്രയും ആൾക്കാർക്ക് മിഠായിയൊക്കെ കൊണ്ടുവന്നില്ല, പാവം 10 കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു 10 മാർക്ക് തന്നെ തരും. മിസ് ഇപ്പൊ പറഞ്ഞില്ലേ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികള്, അതുപോലെ പല ടൈപ്പ് ഡിസോർഡർ ഉള്ള കുട്ടികളുണ്ടല്ലോ, അവരെല്ലാം ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ മെയിൻലി വരുന്നതാണ് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നത്. മെയിൻലി നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നതാണ് ഈ ഹൈപ്പർ ആക്റ്റീവ്. ഇപ്പൊ ഓൺലൈനിലായാലും തന്നെ നിങ്ങൾ ഇത്രയും മോട്ടിവേഷൻ ഇടക്കിടക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. കുട്ടികൾക്ക് കുറച്ച് ഇച്ചിരി പോഷൻ വെച്ച് എടുക്കണം, അങ്ങനെയുണ്ടല്ലോ. കുറച്ച് ഇച്ചിരി നമ്മള് ബാക്കിയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുന്നവർക്ക് പഠിക്കാൻ പാടില്ല. കോൺസെൻട്രേഷൻ ആയിരിക്കും ബ്രേക്ക് ആവുക, എപ്പോഴും കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. പിന്നെ മറ്റു അങ്ങനെ കുട്ടികളെ കൂടി കോൺസെൻട്രേഷൻ പവർ അവരുടെ ഇതിലേക്ക് കൊണ്ടുവരും, ഡിസ്റ്റർബ് ചെയ്തിട്ട് അവരുടെ ട്രാക്കിലേക്ക് മറ്റു കുട്ടികളെ കൂടി കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇവൻ ചെയ്യും, ഇവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവന്റെ നോക്കിയാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ ഒന്ന് പുകഴ്ത്തി കൊടുക്കുക ഇടക്ക്. അപ്പൊ അവനിങ്ങനെ ആകെ ഒരു കിളിപോയ അവസ്ഥയായിരിക്കും, ഞാനോ അപ്പൊ ഞാൻ നല്ല കുട്ടിയാണല്ലേ, ഇനി മുതൽ ഞാൻ ഇങ്ങനെയാണല്ലേ, അപ്പൊ അവൻ അറിയാതെ നല്ലതായിക്കോളും. അതാണ് അവനക്ക് കൊടുക്കാനുള്ള സംഗതി. പിന്നെ ലേസി ആയിട്ടുള്ള കുട്ടി ഉണ്ടാവും, ആ കുട്ടിക്ക് ഇത്തിരി റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. ഈ മടിയനെ പിടിച്ച് ലീഡറൊക്കെ ആക്കി നോക്കിയാൽ കുറച്ചൊന്നും ഉണർന്നോളും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. നമുക്കറിയാം ഈ മടിയന്മാരെ ലീഡറാക്കി കഴിഞ്ഞാൽ കാര്യം ഡ്യൂട്ടി നടക്കില്ല എന്ന്. പക്ഷെ എന്നാലും ഇത്തിരി നമുക്ക് ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഈ 15 ദിവസം ഇങ്ങനത്തെ ടാസ്ക് ഒന്നും എടുക്കണ്ട, 15 ദിവസം ലീഡറാക്കാനും വല്ല ആളാവാനും നിൽക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടീനെയൊക്കെ പിടിച്ചിരുത്താൻ ശ്രമിക്കുക. അല്ലാതെ അവിടുത്തെ ടീച്ചർ പറയും നീ ആരടി എന്റെ ക്ലാസ്സിൽ വന്നിട്ട് ലീഡറൊക്കെ സെലക്ട് ചെയ്യാൻ, അതൊന്നും ചെയ്യണ്ടട്ടോ. ഓ ഇനി എന്താണ് ചോദിച്ചോളൂ ഫാസില, ആരാ ചോദിച്ചത്? ട്രെയിനിങ് എപ്പാ തുടങ്ങാ മിസ്സേ? ഓൺലൈനിലോ ഓഫ്ലൈനിലോ എന്താ ചോദിക്കുന്നേ? ഓഫ്ലൈന്. ഓഫ്ലൈന് മൺഡേ നിങ്ങൾ ഇപ്പൊ പെർമിഷൻ എടുക്കുക, ലെസൺ പ്ലാൻ എഴുതി വെക്കുക, എന്നിട്ട് നെക്സ്റ്റ് മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ബുദ്ധിമുട്ടാവും. കാരണം ക്രിസ്മസ് വെക്കേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് 15 ദിവസം കറക്റ്റ് കിട്ടില്ല, ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഈ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ മൺഡേ തൊട്ട് ലെറ്റർ കിട്ടിയവര് നാളെ തന്നെ സ്കൂളിൽ പോയി പെർമിഷൻ എടുക്കുക. വരുന്ന വഴിക്ക് 2 തവണ പോവാൻ നിൽക്കണ്ട, ഒരു ഓട്ടോ ചാർജിൽ തന്നെ ആയിക്കോട്ടെ. അപ്പൊ എന്ത് ചെയ്യാം, ലെറ്റർ കൊണ്ടുപോയിട്ട് പെർമിഷൻ എടുക്കുക, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് വരുന്ന വഴിക്ക് 2 ലെസൺ പ്ലാൻ റെക്കോർഡും കൂടി വാങ്ങിയിട്ട് വരിക. എന്നിട്ട് അടിപൊളിയായിട്ട് ലെസൺ പ്ലാൻ ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് ഫുൾ പ്രിപ്പയർ ആയിട്ട് വേണമെങ്കിൽ 2 ചുരിദാറിന്റെ ടോപ്പൊക്കെ വാങ്ങി ഒക്കെ സെറ്റ് ആയിട്ട് അടിപൊളി ഫുൾ എക്സൈറ്റഡ്. മൺഡേ തൊട്ട് ഞാനൊരു ജോലിക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. ജാസ്മിൻ എന്റെ തമാശ കേട്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് അതിന്റെ പോർഷൻസ് കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല. എപ്പോഴാണ് മിസ് ഒരു കാര്യം, മിസ് ഇപ്പൊ റെക്കോർഡ് ബുക്കിന്റെ പറഞ്ഞ നാട്ടിലുള്ളവർക്കൊക്കെ
ഞങ്ങൾ ഇവിടെ അബ്രോഡ് ഉള്ളവര് എങ്ങനെ കിട്ടാൻ അബ്രോഡ് ചാൻസ് ഉള്ളത്? ഉള്ളവർക്ക് കിട്ടണില്ല എങ്കിൽ കോളേജ് നോട്ട് ബുക്ക് ഉണ്ട്, വലിയ സൈസ് മാത്സിന്റെ നോട്ട്ബുക്ക് വാങ്ങിട്ട് എഴുതാം. സെക്കൻഡ് ഓപ്ഷൻ അതാണ്. നോർമലി ഇപ്പൊ അതിപ്പോ മോളിപ്പോ ഇപ്പൊ നാട്ടിൻപുറത്തുള്ളവർക്കും അതല്ല മിസ്സേ, മോള് നാട്ടിൻപുറത്തുള്ളവർക്ക് മോള് തീരെ ഉപയോഗിക്കുന്നത് ഇപ്പൊ കിട്ടണില്ല ചെയ്യും. കോളേജ് നോട്ട്ബുക്ക്, അതായത് ആ ഇതുപോലത്തതാണ് മാം ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു നോട്ടാണ്, കോളേജ് നോട്ട് എന്നിട്ട് ഇവിടെ കിട്ടുന്നത് ആ ഇങ്ങനത്തതാണ്. അതെ അത് ഇങ്ങനത്തെ മതി അത് മതി അത് മതി അത് മതി. അങ്ങനത്തെ 2 മതി കേട്ടോ. അത് തന്നെയാണ് ഓക്കെ. കറക്റ്റ് നമ്മുടെ നാട്ടിലെ റെക്കോർഡിന്റെ ആ ഒരു സൈസ് ആണത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാരും ശ്രദ്ധിക്ക. ഇത് നമുക്ക് തിയറി എടുക്കാനൊന്നും ഇനി സമയമില്ല. എനിക്കാണെങ്കിൽ ഈ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആക്കണമായിരുന്നു മക്കളെ. മിസ് ഒരു കാര്യം അയ്യോ കൂടി ചോദിച്ചോട്ടെ? മാം പറയൂ. മിസ് അത് നമ്മളെ അവര് ബുക്ക് എടുക്കാൻ പറഞ്ഞാലോ? ഓ ഇപ്പൊ LKG UKG ടെക്സ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ അത് നോക്കിയിട്ട് നമ്മുടെ ക്ലാസ് എടുക്കാൻ പറയോ? അങ്ങനല്ലേ ഹിന്ദി ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടുത്തെ ടെക്സ്റ്റ് ബുക്ക് തരുമല്ലോ, എക്സ്ട്രാ ഒരു പിന്നെ ടെക്സ്റ്റ് ബുക്ക് അവര് തരും. അത് തന്നിട്ട് ക്ലാസ് എടുക്കേണ്ടതാണ്. കുട്ടികളെ കയ്യിൽ നിന്ന് നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് ഒരു കുട്ടീന്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും ഓൾറെഡി, അപ്പൊ അതെടുത്തിട്ട് ഹിന്ദി ഒക്കെ തന്നെയാണ് നമ്മൾ എടുക്കാൻ ക്ലാസ്. പറഞ്ഞാലോ? ഓ ഹിന്ദി ഒക്കെ എടുക്കാൻ പറഞ്ഞാലോ? പറ്റാത്തത് പറയാൻ ഹിന്ദി നമുക്ക് ബുദ്ധിമുട്ടാണോ? KG-ലെ ഹിന്ദിയൊക്കെ നല്ല ഈസി അല്ലേടാ. എനിക്കൊക്കെ ആക്ച്വലി മലയാളത്തിനെക്കാട്ടി ഈസിയാണ് ഹിന്ദി എന്ന് പറയുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കാൻ. കൊച്ചുകൊണ്ടിട്ട് ഹിന്ദി ഏറ്റവും കുഴപ്പമില്ല. ഇഷ്ടമില്ലാത്തതാണ് അറബിക്കും മലയാളം പഠിപ്പിച്ചു കൊടുക്കാൻ. കുഴപ്പമില്ല, മനസ്സിലാവുക ചെയ്യാം. എന്നാലും നമ്മൾ എടുക്കുമ്പോ കറക്റ്റ് പെർഫെക്ഷൻ KG-ലെ ഹിന്ദി വേണമല്ലോ. എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല. സ്വരാക്ഷരങ്ങള്, മാത്രമേ വ്യഞ്ജനാക്ഷരങ്ങള്, ഉള്ളൂ. സ്വരചിഹ്നങ്ങള് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ അതില് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറിയ ചെറിയ റൈംസ് ഉണ്ടാവും അതില്. പിന്നെ വേർഡ്സ് അത് വെച്ചിട്ട് വേർഡ്സ് പിന്നെ ഈ ചെറിയ ടിപ്പണി നമുക്ക് ടിപ്പണി ഇഷ്ടമുള്ള പോലുള്ള വിഷയം സ്കില്ലൊക്കെ പഠിപ്പിക്കാൻ ഉണ്ടാവും. പറ്റുമോ? അത് UKG-ലൊക്കെ ആയി ചെറിയ ടിപ്പണിയൊക്കെ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടാവും. ഓ ടിപ്പനിയാണ് എന്തുവാ? എന്താടാ അഖില എന്താ നമുക്ക് ചോദിച്ചേ? ഇഷ്ടമുള്ള വിഷയം എടുക്കാൻ പറ്റുമോ? അഖില എന്തോ ചോദിക്കണം മിസ്സേ. ഇഷ്ടമുള്ള വിഷയം എടുക്കാൻ പറ്റില്ല. സ്കൂളിൽ നിന്ന് എന്താണ് തരുന്നത് അത് വെച്ചിട്ട് എടുക്കാം കേട്ടോ. മിസ് ഓൺലൈൻകാരാണെങ്കിലും നല്ലൊരു ക്വസ്റ്റ്യൻ. അല്ല മിസ്, ഓൺലൈനിൽ ഇപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞാൽ, അപ്പൊ അതെങ്ങനെ ഞങ്ങൾ എടുക്കുക? അവരെ ടെക്സ്റ്റ് ബുക്കിനെ നോക്കിയിട്ട് എടുക്കാം? ഫോട്ടോ അയച്ചു അല്ല, അത് അവരോട് ഫോട്ടോ അയച്ചു തരാൻ പറയാം. അവര് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെ, റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഞാൻ ചെയ്തു തരാം, എനിക്ക് പറ്റുന്നതാണ് അതുകൊണ്ട് ഞാൻ ചെയ്തുതരാം. അത് പിന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോ അയച്ചോളൂ. അത് അയച്ചു തരും. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ഡേ അത് എടുക്കാം. അപ്പൊ അടുത്ത ദിവസത്തത് തലേന്ന് തന്നെ തീരുമാനിച്ചിട്ട് ഡിസൈഡ് ചെയ്യാം. അത് പ്രിപ്പയർഡ് ആയിരിക്കണം, പ്ലാനഡ് ആയിരിക്കണം, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് തന്നിട്ടുള്ള ടോപ്പിക് വെച്ചിട്ട് കുട്ടിക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്, എന്റെ ടീച്ചിങ് സ്കില്ല് കുട്ടിയിലേക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, എനിക്ക് മാർക്ക് ഇട്ടാൻ വേണ്ടി. അപ്പൊ അതിന് വലിയ ക്വസ്റ്റ്യനും ഇത് കാര്യങ്ങളൊന്നും പൊതുവെ വരാറില്ല. ചില പാരന്റ്സ് റിക്വസ്റ്റ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിന് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ ക്ലാസ് എടുത്തു കൊടുത്താൽ മതി, കിട്ടിയിട്ടുള്ള ടോപ്പിക് വെച്ചിട്ട്. അതൊക്കെ അത്രയുള്ളൂ. ലെസൺ പ്ലാൻ അത് ബേസ് ചെയ്തിട്ട് എഴുതാം. പിന്നെ ഹിന്ദിയൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. KG-ലുള്ളത് അത്ര പ്രശ്നമില്ല. പിന്നെ പറ്റുമോ അവര് ചോദിക്കും, നിങ്ങളോട് ഇത് ചെയ്യണമെന്നൊന്നും പറയില്ല കേട്ടോ. ഹിന്ദി ഓക്കെ ആണോ എന്ന് ചോദിക്കൂ. അങ്ങനെ ഒരിക്കലും ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ പുഷ് ചെയ്ത് ഇതാക്കില്ല. അങ്ങനെ എടുക്കാൻ തരുന്നതാണ് ഇംഗ്ലീഷും GK ഒക്കെ. GK ഒക്കെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നല്ലേ അതൊക്കെ. അല്ലാതെ ഈ ലാംഗ്വേജ് വരുമ്പോ മലയാളം ആയാലും ഹിന്ദി ആയാലും ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. മിസ് ഇത്രയും നേരം മിസ് പറഞ്ഞത് എന്തൊക്കെ ചെയ്യണോ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടില്ലാത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളുടെ ക്ഷമാശീലം ഇതൊക്കെ നമ്മൾ കൺട്രോൾ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാം. കുട്ടിന്റെ പിന്നെ നിങ്ങൾ ക്ലാസ് റൂമിൽ ഓവർ ഫ്രീഡം എടുത്തിട്ട് ഡിസിഷൻ മേക്കർ ഒന്നും ആവാൻ നിൽക്കാൻ പാടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ. ഓൺലൈൻകാർക്ക് എന്തായിരിക്കും? ഞങ്ങൾക്ക് അവിടെ ഓഫ്ലൈനിൽ അങ്ങനെ ഓൺലൈൻകാർക്ക് ഒന്നുമില്ല. ഓൺലൈൻകാര് ക്ലാസ് എടുക്കാൻ പോവാ. താങ്ക് യു മിസ്. നമ്മൾ ഈ ക്ലാസ് എടുക്കണത് മാർക്കിട്ട് പറയും മിസ്സേ, ഓ നമ്മൾ ഈ ക്ലാസ് എടുക്കണത് സാധാരണ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് ഈ പാരന്റ്സിന്റെ ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കൂല. അപ്പൊ നമ്മളും അപ്പൊ അതുപോലെ ഇല്ലടാ, ചെയ്യണം. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസം നിങ്ങൾക്ക് സൂമിന്റെ ലിങ്ക് തരും, അതിൽ കയറുക. കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങളെ വാച്ച് ചെയ്യാൻ. നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകും, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ അല്ല, മുമ്പിൽ ഓഫ്ലൈൻ ആയിട്ട് പോണവർക്ക് മിസ് ഇപ്പൊ പറഞ്ഞതിൽ ചില പേരന്റ്സ് ആവശ്യപ്പെടത്തില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ എന്റെ കുട്ടിയുടെ പാഠം നിർത്തുക, അങ്ങനെ നിങ്ങളെ നമ്പർ കൊടുക്കോ, നിങ്ങൾക്ക് നോട്ട്സ് തരുമോ ചോദിക്കുവാണെങ്കിൽ കൊടുക്കണ്ടേ? നോട്ട്സ് തരാണെങ്കിൽ അത് മെന്റേഴ്സ് അങ്ങനെയാണെങ്കിൽ മാത്രം അയച്ചാൽ മതിയല്ലോ. നോട്ട്സ് ഒക്കെ മെന്റേഴ്സ് ചെയ്താൽ മതി കേട്ടോ. കാരണം നമ്മള് വർക്ക് റിലേറ്റഡ് ആയിട്ടല്ല, നമ്മള് പഠിത്ത റിലേറ്റഡ് ആയിട്ട് ചെയ്യണം. അപ്പൊ മെന്റേഴ്സ് ത്രൂ ഓഫ്ലൈൻ ചെയ്താൽ ആയിട്ട് മതി. പോണവർക്ക് അപ്പൊ അങ്ങനെ ചെയ്യണ്ടേ? അന്നന്ന് പഠിപ്പിച്ചത്
അല്ല ഗ്രൂപ്പിൽ നമ്മൾ ഇട്ട് നിങ്ങൾ ആ കൊടുക്കണ്ടേ? സ്കൂളിലെ വർക്കിംഗ് ആയിട്ട് അവിടെ സാലറി വാങ്ങുന്ന ഒരു സ്റ്റാഫ് അല്ല. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ ഗ്രൂപ്പ് മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ ബോണ്ട് സൈൻ ചെയ്യാതെ നിങ്ങൾ അവർ ഒന്നിലും ആഡ് ചെയ്യില്ല. അതിനാണ് അവിടുത്തെ ബോണ്ട് നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തരും. നമ്മളൊരു ജോബിന് കയറുന്ന സമയത്ത് ബോണ്ട് തരും. അത് കറക്റ്റ് വായിച്ചു നോക്കുക. എന്നിട്ടാണ് നമ്മളുടെ സാലറി, വർക്കിംഗ് ഹവേഴ്സ്, മറ്റു കാര്യങ്ങൾ, എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഓക്കെ ആണെങ്കിൽ ആ ബോണ്ടിൽ ഓക്കെ ഞാൻ ഓക്കെ ആണെന്നില്ലെങ്കിൽ നമുക്ക് ഐ എം എഗ്രി എന്നുള്ളതിൽ അവിടെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ബോണ്ടിൽ സൈൻ ചെയ്യാത്ത ഒരു ടീച്ചേഴ്സിനെ ആ സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവരുടെ ക്ലാസ് റൂം ഗ്രൂപ്പ്, മറ്റ് ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ് അതിലൊന്നും ആഡ് ചെയ്യില്ല. നിങ്ങൾ ക്ലാസ് എടുക്കുക, പോവാ, വരിക. പാരന്റ്സ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും നടക്കണില്ല കേട്ടോ. കുട്ടിയായിട്ട് ക്ലാസ് എടുക്കാൻ പോവുക, ഹോംവർക്ക് കൊടുക്കുക, കുട്ടി ചെയ്തു കൊണ്ടുവരും. പാരന്റ്സ് ആയിട്ട് ഒന്നുമില്ല. പാരന്റ്സിനെ നേരിട്ട് കണ്ടാൽ സംസാരിക്കുക, കുട്ടിനെ കുറിച്ച് സംസാരിക്കുക, അതിലൊന്നും കുഴപ്പമില്ല. ഫോൺ റിലേറ്റഡ് ആയിട്ടോ സ്കൂളിന്റെ ആധികാരികതയിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു കാര്യം, ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കില്ല. ഓക്കെ. ക്ലാസ്സിലെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അല്ല, ജാസ്മിൻ ചോദിച്ചത് നല്ല കാര്യമാണ്. ജാസ്മിൻ 100 ചോദിച്ചപ്പോ എല്ലാം കൂടെ കവർ ചെയ്ത് അത്രയേ ഉള്ളൂ. ചോദ്യങ്ങളാ ഞാൻ കൂടുതൽ രണ്ടും ചോദിച്ചു. ലെറ്റർ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് പഠിപ്പിച്ചോളം പറയുമല്ലോ അല്ലേ? എനിക്കിപ്പോ ആ, അതൊക്കെ ടെൻഷൻ. അതൊക്കെ പറയും. ഇവര് ഇൻ കേസ് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്റെ നമ്പർ കൊടുത്തിട്ട് അവിടെ തന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി. ഞാൻ അവരോട് നല്ല ടെൻഷൻ സംസാരിച്ചു. ഉണ്ടാവും. അത് നമ്മുടെ ഇവിടുത്തെ സ്കൂളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ചോദിക്കും. അല്ല, ഇവിടുത്തെ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് നിയർ ബൈ ആണ്. നമ്മളെപ്പോഴും ട്രാവലിംഗിന്റെ ആ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ആ ഒരു എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ കുറച്ച് സ്കൂൾ അങ്ങനെയുള്ള ഉണ്ട് സ്കൂൾ അടുത്തടുത്ത്. ചൂസ് ചെയ്യാം. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ ലെറ്റർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആരും വേണ്ടെന്ന് അറിയില്ല. ആർക്കാണ് ഫ്രീ ആയിട്ട് ഒരാൾ വന്നിട്ട് ക്ലാസ് പണിയെടുത്ത് തരുമ്പോൾ വേണ്ടെന്ന് അറിയാം. എല്ലാ സ്കൂളിലും സന്തോഷം ഉണ്ടാവും. അതാ ഞാൻ പറയണേ, മൺഡേ ആവുമ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ട് മൺഡേ തൊട്ട് എല്ലാവരും പോവണം. കുറച്ച് ദിവസമേ ഉള്ളൂ. നാളെ തന്നെ പോയിട്ട് പെർമിഷൻ വാങ്ങാം. ഇനി ഒന്നും ഡിലേ ആക്കാൻ സമയമില്ല. നാളെ തന്നെ എല്ലാവരും പെർമിഷന് പോവേണ്ടതാണ് കേട്ടോ. ഓഫ്ലൈൻ കുട്ടികളുടെ കാര്യം. പിന്നെ പറയാനുള്ളത്, തിരിച്ചു വരുമ്പോ തന്നെ റെക്കോർഡ് വാങ്ങിയിട്ട് വന്നോളൂ. കാരണം 2 ദിവസം കൊണ്ട് എഴുതി വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം മൺഡേ നിങ്ങൾ പോവാൻ. കാരണം ഇനി ഇപ്പൊ December 25 ക്രിസ്മസ് ആണ്. അതിന് മുമ്പായിട്ട് ഒരു 5 days ഗ്യാപ്പിന് സ്കൂൾ ക്ലോസ് ചെയ്യൂ. എന്നിട്ട് ന്യൂ ഇയർ ഒക്കെ ആയിട്ടാണ് തുറക്കുന്നത്. അപ്പോഴേക്ക് നമ്മളുടെ ട്രെയിനിങ് പീരീഡ് അവിടെ കംപ്ലീറ്റ് ആവണം. എന്നിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇനി പിന്നീട് നിങ്ങളുടെ നടക്കുന്നത്. അതൊക്കെ ശ്രദ്ധിക്കാം. ഞങ്ങൾ ഓൺലൈൻകാർക്കേ പെർ ഡേ ഞങ്ങൾ എത്ര അവർ എടുക്കണം? ഓൺലൈൻകാരെ വടികൊണ്ടടിക്കാനല്ല വല്ല ഓപ്പർച്യൂണിറ്റി രണ്ടെണ്ണം കൊടുക്കായിരുന്നേ കുട്ടിക്ക്. അവളെ പിടിച്ച് പുറത്താക്കിയ പറയൂ. അവളില്ലെങ്കിൽ ഒരു എനർജി കിട്ടില്ല കേട്ടോ. ഞാനാ ജാസ്മിൻ. എന്താ ജാസ്മിൻ പറയടാ. ഓഫ്ലൈൻ കുട്ടികളെ തകർക്കണ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കണത്. ഓൺലൈൻകാർക്ക് പറയൂ ജാസ്മിൻ, എന്താണ്? ആർക്ക് വേണമെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചോദിക്കുന്നത്. പറയൂ എന്താണ്? അതുപോലെ എന്തെങ്കിലും ക്ലാസ് ഡ്യൂറേഷൻ ടൈം കാണുമല്ലോ, അത് ചോദിച്ചതാണ്. പെർ ഡേ നിങ്ങൾക്ക് ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഡെയിലി 1 hour ക്ലാസ് അതിന്റെ അസംബ്ലി എഴുതാം. അത്രേ ഉള്ളൂ. 1 hour. ഇതേപോലെ 1 hourന്റെ ലിങ്ക് ഇട്ടുതരും. അതിൽ കയറാ, ക്ലാസ് എടുക്കുക, അതിന്റെ അസംബ്ലി എഴുതാം. വേറെ സ്കൂളുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അത്രേ ഉള്ളൂ. അത് പിന്നെ പറ്റത്തില്ല. ഓക്കെ മാം, താങ്ക് യു ഫോർ ഓൾ ദ ഇൻഫർമേഷൻ. നമ്മളുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 60 minutes. ഓൾറെഡി 8:10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് എക്സ്ട്രാ ഇരിക്കരുത്. എന്തോ ഇപ്പൊ ഓൺലൈൻ ട്രെയിനിങ് ചെയ്താലും നാട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഓഫ്ലൈൻ ട്രെയിനിങ് ചെയ്യാൻ പറ്റൂ? ഡൗട്ടാണ്. അത് സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പോയിട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് രണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്കൂളില്ലേ? സൗദിയിലാണ്. അപ്പൊ ഇവിടെ സ്കൂളില്ല. അപ്പൊ ഇവിടുന്ന് ഏതായാലും പറ്റൂലല്ലോ. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പറഞ്ഞതായിരിക്കും മിസ്സേ. മിസ് പോയെന്ന് തോന്നുന്നു. കാണുന്നില്ല മിസ്. നമ്മുടെ എല്ലാം ചോദ്യങ്ങൾ ഇനി ഇരുന്നാ ശരിയാവത്തില്ല. നമ്മളിവിടെ ഓഫ്ലൈൻ കേൾക്കാൻ വേറെ വിഷയമല്ലല്ലോ. ഇപ്പൊ ഓൾറെഡി ഇത് ചെയ്ത് വെക്കാൻ പറ്റില്ല അല്ലെ? നമ്മള് എന്താ പറയാ, ടീച്ചിങ് എയ്ഡ്സ് ഒന്നും
മാമിന്റെ റേഞ്ച് കട്ടായതാണ്. മാമിന് ഇടയ്ക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ടല്ലോ. എടാ ജാസ്മിൻ, പറഞ്ഞോ. നമ്മളെ ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കൂലേ, അത് നമുക്ക് ഇപ്പൊ ഉണ്ടാക്കി വെക്കാൻ പറ്റൂലേ അല്ലേ അന്നേരം? നീ ഒന്നുണ്ടാക്കണം ഓൺലൈൻ ആണാ? പോയിട്ട്. ഓൺലൈനാ, ഞാനും സൗദിയിലുള്ളത്. കുറച്ചുണ്ടാക്കി വെയ്. കാര്യം അത്യാവശ്യം ടോപ്പിക്സ് നമുക്ക് തന്നല്ലോ. ആ അത് വെച്ച് കുറച്ചെങ്കിലും ഉണ്ടാക്കി വെക്കും. മിസ് ഇപ്പൊ പറഞ്ഞു അവർ ചിലപ്പോൾ ആവശ്യപ്പെടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തന്നിരിക്കുന്ന ഒട്ടുമിക്ക പോർഷൻസും ഈ KGയിലെ പോർഷൻസ് തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒക്കെ വരാതിരിക്കത്തില്ല. അല്ലെങ്കിൽ 15 ഡേയ്സ് ഉണ്ടല്ലോ, ഈ 15 ഡേയ്സ് എടുക്കാനുള്ള പോർഷൻസ് ഒരു പേരൻസും തരാൻ പോകുന്നില്ല. ചിന്തിച്ചാൽ മതിയല്ലോ. 15 ദിവസം ഇത്ര എന്റെ കുട്ടിക്ക് ഇത് മാത്രം പഠിപ്പിച്ചാൽ ആരും വരാൻ പോകത്തില്ല. അതുകൊണ്ട് കുറച്ച് 5 എണ്ണമെങ്കിലും നമ്മൾ പ്രിപ്പയർ ആയിട്ട് വരുന്നത് നല്ലതായിരിക്കും. ഞാൻ എന്റെ നിഗമനമാണേ. ഇനി എങ്ങനെ വരുന്നത് നമുക്ക് കുറെ കിട്ടുന്ന കുട്ടികളെയും പാരന്റ്സിനെയും പോലെ ഇരിക്കും. മോസ്റ്റ്ലി ഇപ്പൊ ഞാൻ വെച്ച് വർക്കിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് എന്തൊക്കെയായാലും കുറച്ചെങ്കിലും പ്രിപ്പയർ ചെയ്ത് നല്ലതായിരിക്കും. ഫസ്റ്റ് ഡേ ഒന്നും പോയിട്ട് ക്ലാസ് എടുക്കണ്ട. ഫസ്റ്റ് ഡേ ഒക്കെ പോയിട്ട് കുട്ടികളെ പരിചയപ്പെടുക, ഫാമിലിനെ പറ്റിയൊക്കെ ചോദിക്കുക. അതിന്റെ അത് ആ ഇതിലൂടെ ഒരിക്കലും പോയി ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് കേറരുത്. നെക്സ്റ്റ് ഡേ തൊട്ട് ചാപ്റ്റർ ചെയ്യുക. കുട്ടിയെ മാത്രമല്ല, കുട്ടികളുടെ ഉറപ്പായിട്ടും കുഞ്ഞു കുട്ടികളാണ് നമുക്ക് കുട്ടി ഫസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാലും പേരന്റ് കൂടെ ഇരിക്കും. ഊഹിച്ചുകൂടെ? വേറെയുള്ള ക്ലാസ്സുകളിൽ ഇരിക്കുകയില്ലയോ? ചില പേരന്റ്സ് ഒക്കെ ഫുൾ ക്ലാസ്സിൽ ഇരിക്കുന്നവരുണ്ട്. ചില പേരൻസ് 1-2 ക്ലാസ് ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എത്തി നോക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്, വലിയവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് എന്തൊക്കെയാലും അവരിയ്ക്കും. അപ്പൊ അവർ രണ്ടുപേരെയും കയ്യിലെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ഓരോരുത്തരും ഓരോരോ ഇത് ഐഡിയ ചെയ്യുക. അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ചോദിക്കുക. മനസ്സിലായോ? എന്താണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് പേര്, മോന് ഏറ്റവും ഇഷ്ടമുള്ള എന്ത് ഫുഡാണ്, അവന്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതുപോലെ വീട്ടിലെ കാര്യങ്ങളും ചോദിക്കുക. ഉമ്മ എന്ത് ചെയ്യുന്നു, വാപ്പ എന്ത് ചെയ്യുന്നു. അപ്പൊ അവരെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ അടുത്തേക്ക് എന്റെ കുറിച്ചൊക്കെ ചോദിച്ചല്ലോ, മനസ്സിലായോ? അതുപോലെ കുറെയൊക്കെ അതെല്ലാം അതാണ് ഫാമിലി എന്ന് പറയാം. അപ്പൊ അവിടെ ടോപ്പിക് കിട്ടുകയും ചെയ്യും. ഫസ്റ്റിലേ പറയാം നമ്മൾ ഫാമിലിയെ കുറിച്ച് പഠിച്ചോളെന്ന് പറയരുത്. ആരൊക്കെ വീട്ടിലുണ്ട് എന്നൊക്കെ ചോദിക്കുക. നമ്മളെന്തായി കത്തും കൊണ്ട് പോകുമ്പോഴേ അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണാവോന്ന് ചുമ്മാ ചോദിക്കുക, ജസ്റ്റ് കാണിക്കാൻ. എന്തെങ്കിലും സ്കൂളുകളിലെ എല്ലാ ക്ലാസ്സിന്റെയും ടെക്സ്റ്റ് ബുക്ക് അവർക്ക് അവിടെ കാണും. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് വഴി ഈ ഇത് ക്ലാസ് തുടങ്ങുന്നത് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. ഓഫ്ലൈൻകാർക്കുള്ള ടിപ്പാണ്. മനസ്സിലായ ഞാൻ പറഞ്ഞത്? മനസ്സിലായി മാം. മാം നീ വിളിക്കാറടി, മാം നല്ല ഫർഷിതയായിരിക്കും. അവർക്ക് എന്നെ എപ്പോഴും ഉള്ള. അതുപോലെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങളുടെ പേര് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ അങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് കൊടുത്താല്, അതായത് ഈ ചാപ്റ്റർ ഓഫ് ദിസ് ക്ലാസ് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് ടീച്ചിങ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. പല ഇൻസ്റ്റിറ്റ്യൂഷൻകാർ പഠിപ്പിക്കുന്ന രീതികൾ അതിൻ്റെ അകത്ത് പടപടാ വരും. അതിൽ ഒരെണ്ണം എടുത്തങ്ങ് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. സത്യം വലിയ ക്ലാസ് പഠിപ്പിക്കുന്ന പെട്ടെന്ന് കയറുമ്പോ ഞാൻ അതിൽ നോക്കിയിട്ടാ പഠിക്കുന്നത്. എക്സ്ട്രാ ChatGPT എല്ലാരും ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. എല്ലാ മോഡലും ടൂൾസ് ഒക്കെ ഒരു ഓൺലൈൻകാർക്ക് ടൂൾസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഉറപ്പായിട്ട് ഉപകരിക്കും. കാര്യം ഇൻ കേസ് നമ്മളിപ്പോ പ്രിപ്പയർ എന്നാ പഠിപ്പിക്കുന്ന, പെട്ടെന്ന് അവർ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, നമ്മൾ പ്രിപ്പയർ പോർഷൻസിൽ അതില്ലെങ്കിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ടൂൾ നമ്മുടെ കയ്യിൽ വേണം. അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എങ്കിലും വേണം. അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം നമുക്കിത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ അവിടെ കിടന്ന് ഉരുണ്ട അതൊരു നെഗറ്റീവാണ്, മനസ്സിലായ? അല്ലെങ്കിൽ പിന്നെ അത് കവറപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ഈ KGക്കാർക്കൊന്നും അങ്ങനെ നമുക്ക് പറ്റുന്ന ഡൗട്ടുകളൊക്കെ ഓരോ കുട്ടികളുടെ സ്വഭാവം. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചോദിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുട്ടികളെ കിട്ടിയ പണിയാണ് കേട്ടോ. സാധാരണപ്പെട്ട കുട്ടികളുടെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനേ ഉള്ളൂ. അതിന് വേണ്ടിയുള്ള ടോപ്പിക്സ് ഒന്നും ഇല്ല. ജാസ്മിൻ, നമുക്കൊരു മീറ്റിംഗ് വെക്കുന്ന പറഞ്ഞില്ലായിരുന്നോ? ഞാനിപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ മിസ്സിനൊന്ന് ഓർമ്മപ്പെടുത്തണം. ഇനിയിപ്പോ ഞാൻ പേഴ്സണലി ഷാമി ഇട്ടതിന്റെ ബാക്കിൽ തന്നെ പേഴ്സണലി ഞാൻ ഇട്ടതിന് ശേഷം ഗ്രൂപ്പിൽ വന്ന് സൺഡേക്ക് മുന്നേ ആയിട്ട് എടുക്കാൻ പറയാം. അതല്ലേ ഷാനാസ് മിസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ നുസ്രാമിസ് എടുക്കുമെന്ന് പറഞ്ഞ മീറ്റിംഗ് അല്ലേ എന്ന്? അതല്ല, ഇത് ഓഫ്ലൈനാർക്കുള്ളതല്ലേ? ഇത് ഓഫ്ലൈനാർക്കുള്ള മീറ്റിംഗ് ആണ്. നമ്മളുടെ നുസ്രത്ത് മാം അല്ല, നമ്മളുടെ നുസ്രത്ത് മാം എടുക്കുന്നല്ല പറഞ്ഞത്. ഓഫ്ലൈനാർക്കുള്ള മീറ്റിംഗ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സത്യത്തിൽ ചോദിക്കുന്നത് ഷഹന മാമിനോടാ, ഓൺലൈൻകാര്.
പിന്നെ നിസ്രത്ത് അതാണ് മാം ആർക്ക് വേണമെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ മിസ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സമയം മെസ്സേജ് അയക്കും, പിൻ ചെയ്ത് വെക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത്. എടാ ഞാനത് അപ്പൊ പേഴ്സണലി just പോയി പറഞ്ഞു ലാമിൽ ഇട്ടതിന് ശേഷം പേഴ്സണലി പോയി പറഞ്ഞ ശേഷം മിസ് ഗ്രൂപ്പിൽ അത് ഇട്ടു. അല്ലെങ്കിൽ മിസ് മറന്നിരിക്കുമായിരിക്കും, മിസ്സിനെ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളാൻ ഇതാ നല്ലത്, അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയാലും ഇറങ്ങിയ ഇപ്പോഴത്തേനാണ് മിസ് ഇടയ്ക്കിടയ്ക്ക് ശല്യം. ഇവിടെ ഏൽപ്പിച്ചാൽ മതി, ഇവിടെ ശല്യം ചെയ്യും. അതെല്ലാം നോട്ട്സിന്റെ കാര്യം ഇത് കഴിയുമ്പോൾ ഞാൻ പറയാം. 2 നോട്ട്സ് നമുക്ക് കിട്ടാറുണ്ട്. മിസ് പോയോ? മിസ് പോയി തോന്നുന്നു. മിസ്സിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി കാണും, മിക്കവാറും അങ്ങനല്ലേ ഉണ്ടാവല്. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ചോദിച്ചു. ഇതാ എനിക്ക് എളുപ്പം, കാര്യം എല്ലാരും ഒരുമിച്ചുണ്ടല്ലോ, ഒരുമിച്ച് പറഞ്ഞുതരാം. ഈ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും മെസ്സേജ് റിപ്ലൈ ഇടാനുള്ള സമയം എനിക്ക് സത്യം. ഇന്ന് തന്നെ എനിക്ക് 2-3 മെസ്സേജ് വന്നു ഈ ഇതിട്ട് മീറ്റിംഗിൽ ഇട്ടപ്പോ. ഞാൻ അപ്പൊ ഷാനാമിസിന്റെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങളാണ് ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കേണ്ടുള്ളത്. എന്റെ അടുത്ത് ദയവ് ചെയ്താ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒന്ന് ഇടാൻ ഞാൻ പറഞ്ഞു. അതിനുശേഷമാണ് മീറ്റിംഗ് എപ്പോ വേണമെങ്കിലും കാണും എന്ന് പറഞ്ഞു വിട്ടത്. മനസ്സിലായോ? ഞാൻ ശല്യമല്ല പറയുന്നത്, ഈ ജോലിയും അറിയാലോ, ജോയിന്റ് ഫാമിലിയിൽ ജോലിയുണ്ട്, പിള്ളേരെ നോക്കണം, വേറെ ജോലിയുണ്ട്, അങ്ങനെ എല്ലാം കൂടി എന്റെ ഇടയ്ക്ക് ചിലർക്കൊക്കെ മെസ്സേജ് ആയി ഞാൻ റിപ്ലൈ, ചിലർക്കൊക്കെ വൈകിയാ റിപ്ലൈ കൊടുക്കുന്നത്. എന്റെ സിറ്റുവേഷൻ അതാണ്. ഓക്കെ, അവളൊന്നും മിണ്ടുന്നില്ലല്ലോ, എനിക്കിട്ട് പണിതവൾ എന്ത് ചെയ്യാ ഹർഷിത? പിന്നെ നിങ്ങൾ ആരൊക്കെയാണ് ഓഫ്ലൈൻ ഇതിന്റെ അകത്ത് ഇപ്പൊ മുഖം ഓണാക്കി വെച്ചിരിക്കുന്ന? റമീസ് ഓഫ്ലൈൻ ആണ്. മാത്രമേ ഉള്ളേ വീഡിയോ ഓണാക്കിച്ചില്ല ഓഫ്ലൈൻ. പക്ഷെ ഓഫ്ലൈൻ പോണെന്ന് എനിക്ക് വലിയ കാര്യം, കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടം അതല്ലായിരുന്നു, പക്ഷെ ഇവിടെ ആയതുകൊണ്ട് അത് ഈ ഒരു മാസം പറ്റത്തില്ല. ഞാനും ഈ ഓഫ്ലൈൻ കൊച്ചുമോൻ കൂടി ഉണ്ടായാലേ ഞാൻ കുറെ ശ്രമിച്ചു ഈ മാസം ഒന്ന് നാട്ടിലെത്താൻ വേണ്ടിട്ട്, പക്ഷെ പറ്റൂല. ഡിസംബർ മാസം തീരെ പറ്റൂല. എടി ഷർമിന, നിനക്കേ ഓൺലൈൻ ഈ 15 ദിവസം പോരെ, നിനക്ക് ഓഫ്ലൈനും കൂടി വേണം. ഞാൻ ഷർമിനെ ചോദിച്ച ചോദ്യം ഞാൻ തൈറ മാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. നമുക്ക് ഇനി എപ്പോഴെങ്കിലും നാട്ടിലെത്തിയാൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, മാർക്ക് കിട്ടാനാണെങ്കിൽ അതൊരു പണിയാ. മാർക്ക് കിട്ടാൻ വേണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് എക്സ്പീരിയൻസ് വേണ്ട. ഇവിടെ സ്കൂളില്ലല്ലോ, നാട്ടിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട്. ലെറ്റർ ഇവര് തന്നാലല്ലേ ഇവര് ഫോർവേഡ് ചെയ്താലല്ലേ. അല്ല, അന്ന് തായറ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇൻ കേസിന് എപ്പോഴെങ്കിലും നാട്ടിലെത്തുകയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് ഇതേമാതിരി സ്കൂളിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും എന്ന് പറഞ്ഞു. ലെറ്റർ വന്ന് വാങ്ങിയാൽ മതി, ചോദിച്ചാൽ മതി, ലെറ്റർ തരൂ, നിങ്ങൾക്ക് പോയി എടുക്കാന്നും പറഞ്ഞു. എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ഈ മിസ് പറഞ്ഞ അപ്രിസിയേഷൻ, അഫർമേഷൻ എന്നൊക്കെ പറയും. അഷിത നമ്മുടെ പ്രസന്റേഷൻ എടുത്തിരുന്നു, അതൊക്കെ ചെയ്യിക്കുന്ന നല്ലതായിരിക്കും. ഡെയിലി ചെയ്യിച്ചാൽ അത്രയ്ക്ക് നല്ലത്. ഓൺലൈനിൽ ഡെയിലി വരാറുണ്ട്. മോൾക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഡെയിലി മിസ് അത് എടുത്തിട്ടേ ക്ലാസ്. കാര്യം അത് ചെയ്യുമ്പോഴേ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ആകും, കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിന് കുറെ മെന്റൽ വശങ്ങൾ, കുറെ ബെനിഫിറ്റ് ഉണ്ട്. നമുക്കും ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുന്നേരം ഉറങ്ങാൻ പോകുന്നവരൊക്കെ അഫർമേഷനും ബെറ്റർ ആണ്. എന്താ ഈ അഫർമേഷൻ നിങ്ങക്ക് മനസ്സിലായ? അത് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെ അഫർമേഷൻ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ ചോദിച്ചതാ. നമ്മൾ ഈ അഫർമേഷൻ, നമ്മൾ 2 അഫർമേഷൻ തന്നെ പറഞ്ഞു. അത് ബെറ്റർ, നമ്മൾ അവരെ ഒന്നും കൂടി ഒന്ന് എനർജി ആയിട്ട് കൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക, അവർക്ക് ബെറ്റർ ആണത്. മനസ്സിലായ? ഐ ലവ് മീ, ഐ ലവ് മൈ ഫാമിലി, അങ്ങനെ ഒരു 5-6 എണ്ണം ഡെയിലി. അതിന് വേണ്ടി സമയമൊന്നുമില്ല. അത് പറഞ്ഞതിന് ശേഷം ക്ലാസ് തുടങ്ങിയാൽ കുറച്ചും കൂടി അവർക്കൊരു പോസിറ്റീവ് മൈൻഡ് വരും. മനസ്സിലായോ? അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ മിസ് പറഞ്ഞ കുറെ ടെക്നിക്സ് ഉണ്ടല്ലോ, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർക്ക് അപ്രിസിയേഷൻ കൊടുക്കുക, അതൊക്കെ. പിന്നെ നമ്മുടെ കൂടെ റിപ്പീറ്റ് ചെയ്യിക്കുകയല്ല, അങ്ങനെ അവരെ പെട്ടെന്ന് മൈൻഡിൽ കയറ്റാൻ പറ്റൂ. നമ്മൾ പാടിയാലും നമ്മുടെ കൂടെ പാടാൻ പറയും. എന്ത് പിന്നെ നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അത് 5-6 തവണയാകുമ്പോ അവർ നമ്മൾ നോട്ട് കൊടുക്കാതെ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാൻ അവരത് ഓർത്തെടുക്കും. ഈ ടീച്ചിങ് എയ്ഡ്സ് കൂടാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കുറച്ച് നമ്മുടെ മറ്റേ ഇംഗ്ലീഷ് പ്രസന്റേഷൻ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെയാണ് ടിപ്സ്, അല്ലാതെ വേറൊന്നും ഇതില്ല. കൂടുതൽ ആൾക്കാർ ഓൺലൈൻകാരാ? പിന്നീട് 16 വരെ 16 പേരെത്താൻ തോന്നുന്നു. അതിലും 30 കുട്ടികൾ, 30 അടുപ്പിച്ച കുട്ടികളുണ്ട്. കൂടുതൽ അഖിലൊക്കെ ഓൺലൈനാ? അഖിലൊക്കെ സ്കൂൾ പോയിക്കൂടെ? നാട്ടിലല്ലേ?
ഇല്ല ഓൺലൈനിലാ. എന്റെ പോലത്തെ ഒരു പക്ഷെ സാഹചര്യം ഇത് കേന്ദ്രത്തിന്റെ ഓർഡർ ഇല്ല, പറയണം. അതാ കുഴപ്പം. കേന്ദ്രം ഭയങ്കര ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. അതൊക്കെ അതിലെ ലീനെടുത്ത് പറഞ്ഞ ഹസ്ബൻഡ് അറിയാതാ പഠിക്കുന്നത് പറഞ്ഞു. ഹസ്ബൻഡ് ഇതുവരെ അറിഞ്ഞില്ല പഠിക്കുന്നത്. ഹസ്ബൻഡിനോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ. നിങ്ങൾ നന്നായി. എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ അഷിത ഇരിക്കുന്ന, അഷിത നീ അവിടെ ഇരുന്ന് പഠിപ്പിക്കല്ലേ, നിന്റെ മുഖം വലിയ ക്ലിയർ അല്ല. ഇല്ല അത് ഞാനിപ്പോ ഇരുന്നതാ. ഞാന് ആ ക്ലാസ് എടുക്കുന്നവരെ ഇരിക്കുന്നത് വേറെ സൈഡിലാണ്. അതിനായിട്ട് സെറ്റ് ചെയ്ത് ക്ലിയർ വെച്ചിട്ടുണ്ട്. എടുത്ത് പോയി ഇരിക്കരുത്. ഇല്ല ഇതിപ്പോ നമ്മുടെ ക്ലാസ് ആയതുകൊണ്ട് ഇരുന്നതാണ്. ഇങ്ങനെയല്ല, ക്ലാസ് എടുക്കുന്നവരെ വേറെ സൈഡിലായിരിക്കും. വലിയ പ്രാധാന്യമുള്ള സംഭവമാണ് കുട്ടികൾക്ക്. വൈറ്റ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തും പോയി ഇരിക്കരുത്. കാര്യം ഇപ്പൊ ബാക്കിൽ ചുവപ്പ് കളറുള്ള കർട്ടന്റെ ഫ്രണ്ടിലൊന്നും പോയി ഇരിക്കരുത്. കാര്യം ഈ കളർ അങ്ങോട്ട് അട്രാക്ട് ആകും കുട്ടികൾ. അങ്ങനെ എനിക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ബെറ്റർ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നാല് അതാണ് ബെറ്റർ. പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഡിം കളർ ബാക്ക്ഗ്രൗണ്ട് ആണ് ബെറ്റർ. വൈറ്റ് എല്ലാം നിങ്ങൾ അതുപോലെ ലൈറ്റും ശ്രദ്ധിച്ചാൽ മതി. ലൈറ്റും ശ്രദ്ധിക്കാം. നമുക്ക് ഓഫ്ലൈൻകാർക്ക് ഇതൊന്നും ബാധകമല്ല. പക്ഷെ ഓൺലൈനുകാർക്കാണ് ഇതൊക്കെ ബാധകം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ അത് നമ്മളെ കൊണ്ട് പാടാ. നമ്മുടെ ആ ഒരു സ്ലാങ് ഒരുപാട് അങ്ങ് വരരുത്. കാര്യം നമുക്ക് കിട്ടുന്ന ഏത് ജില്ലയിലെ കുട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സത്യമായിട്ട് അത് ശ്രദ്ധിക്കണം. അത് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. എല്ലാവർക്കും വലിയ പ്രശ്നമില്ല. പക്ഷേ വടക്കോട്ടുള്ള ഭാഷകൾ കുറച്ച് പാടാ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ. അവര് കൂടുതൽ ശ്രദ്ധിക്കേണ്ട മൊത്തം ഓൺലൈൻകാരാണാനും. പക്ഷെ ഓൺലൈൻകാർക്കാണ് എക്സ്പീരിയൻസ് കുറവുള്ളത്. സ്ലാങ് എന്തെങ്കിലും മൊത്തത്തിൽ നമുക്ക് മാറ്റി വെച്ച് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കുറെയൊക്കെ വേർഡ്സ്, അതായത് ചില വേർഡ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള വേർഡല്ല അവരുടെ നാട്ടിൽ വരുമ്പോൾ അത് വേറെ വേർഡാ. ആ വേർഡൊന്നും വരാതെ നോക്കുക. കാര്യം അവർക്ക് മനസ്സിലാവത്തില്ല നമ്മൾ എന്താ പറയുക. ഞാൻ പറയാം ഇപ്പൊ ബത്തക്കാന്ന് പറയും അല്ലേ, ചിലടത്ത് തണ്ണിമത്തന് ബത്തക്കാന്ന് പറയുന്ന സ്ഥലങ്ങൾ. നമ്മളിപ്പോ ഫ്രൂട്ട്സ് പഠിപ്പിക്കുമ്പോൾ ബത്തക്കാന്ന് മലയാളത്തിൽ പറഞ്ഞു ബത്തക്കയോ വേറെ തണ്ണിമത്തന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മൾ മലയാളത്തിൽ കൊച്ചു പിള്ളേരാണ്ട് മലയാളത്തിലും കൂടെ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പം അതിന്റെ എക്സാക്ട് മലയാളമേ യൂസ് ചെയ്യാവൂ. മനസ്സിലായോ? അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ സ്ലാങ് അല്ല പറഞ്ഞു കൊടുക്കുന്ന സ്ലാങ് വന്നാൽ അത്രയൊന്നും പെർഫെക്റ്റ് ആണെങ്കിൽ ഒരുപാട് ഇപ്പഴും എനിക്കത് റെഡി മൊഡ്യൂൾസ് ആരെങ്കിലും ഒക്കെ റെഡിയാക്കിയോ? എല്ലാരും കംപ്ലീറ്റ് റെഡിയാക്കിയോ? ആരാടി കംപ്ലീറ്റ് റെഡിയാക്കി എത്രയും ദിവസം കൊണ്ട്? കാരണം അവരെന്തെടുക്കാൻ പറയും നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും ദിവസം മൊഡ്യൂൾ റെഡി ആക്കുന്നതൊക്കെ വേസ്റ്റ് ആവും. അതുകൊണ്ട് മൊത്തത്തിലുള്ള മൊഡ്യൂൾ ഒന്നും റെഡി ആക്കണ്ടെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. 5 ദിവസത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. ബാക്കി പിന്നെ ഇൻഷാ അല്ലാഹ് അവരുടെ ഇതുപോലെ. പക്ഷെ ഒരു 5 എണ്ണമെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ 15 ദിവസത്തേക്ക് ഒരു പേരന്റ് തരാൻ പോകുന്നില്ല. അങ്ങനൊന്നും ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല. ചില അപൂർവം പേരന്റ്സ് തന്നാല് ആയി. അല്ല ചില ആൾക്കാർ ഇതിനകത്ത് ഒട്ടും റെഡിയാക്കാത്ത ആൾക്കാരുണ്ട്. ഒരു പൊടിക്ക് 1-2 ദിവസത്തേക്ക് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി ആരും ഇല്ലേ? ഒന്നുമില്ല. ആ ഫസ്റ്റ് ക്ലാസ് നല്ല പ്രിപ്പയർ ആയിട്ട് തന്നെ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഫസ്റ്റ് എല്ലാവരും ഫാമിലി എടുത്തോണ്ടിട്ട് അതാ ഏറ്റവും ബെറ്റർ. കുട്ടിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഫസ്റ്റ് എല്ലാവരും ഫാമിലി മാത്രം. അത് പഠിപ്പിക്കാൻ തോന്നുന്നത് ഏറ്റവും ലാസ്റ്റേ മനസ്സിലാവാം ഇത് ഫാമിലിനെ കുറിച്ചാ പറഞ്ഞത്. മോൻ പഠിക്കുന്ന സ്കൂളിലെ KG ടീച്ചറിന് ഞാൻ കുറച്ച് പേർക്കൊന്ന് റിസർച്ച് ചെയ്തായിരുന്നു കാര്യം എക്സ്പീരിയൻസ് ഉള്ളടത്തുനിന്ന്. അപ്പൊ ആ ടീച്ചർ പറഞ്ഞാൽ കഥകളെ കാട്ടി കൂടുതലും നമ്മൾ സോങ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. കാര്യം ഈ കുട്ടികൾ ഒരു ടൈം കഴിഞ്ഞാൽ കഥകൾ ശ്രദ്ധിക്കത്തില്ലെന്ന്. അല്ലെങ്കിൽ അത്രയും ഷോർട്ട് കഥകളെ നമ്മൾ പറയാവൂ. നമ്മൾ ഈ ഫ്രൈഡേ പ്രസന്റേഷനെ അവതരിപ്പിച്ച പോലെ വലിയ കഥകളൊന്നും കയറി കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയരുത്. അത്രയും നേരം അവർ കോൺസെൻട്രേഷൻ വരത്തില്ല ഒരു കുഞ്ഞുങ്ങൾക്ക്. മനസ്സിലായ? പക്ഷെ നീ ചെയ്തില്ലേ ഫുള്ള് കഥകൾ വെച്ചാണ് പറയുന്നത്. ഒരിട്ട് എത്രയും വരെ കുഞ്ഞുങ്ങൾ അത്രയും ശ്രദ്ധിക്കത്തില്ലടാ. ഇത്രയും വരെ ബാക്കി ഇടയ്ക്കത്തെ പോയിന്റ് അവർ മറന്നു പോകും. കൂടി അവർക്ക് ആ വേർഡ്സ് ഒക്കെ ചിലപ്പം ക്യാച്ച് ആവും. മനസ്സിലായ? പക്ഷെ ആ കഥ മൊത്തം അവർക്ക് കയറത്തില്ല. അപ്പം നിങ്ങൾ എടുക്കുന്ന എപ്പോഴും ഷോർട്ട് സ്റ്റോറി ആയിരിക്കും. റൈംസ് ആണെങ്കിലും അവരെ കൊണ്ട് റിപ്പീറ്റ് നമ്മൾ പാടിപ്പിക്കത്തില്ലേ. അപ്പൊ അവർക്ക് പറ്റുന്ന സിമ്പിൾ വേർഡ്സും അതിൽ 3-5 ലൈൻ വരുന്ന അങ്ങനെയുള്ള റൈംസേ എടുക്കാവൂ. അല്ലെങ്കിൽ 6 ലൈൻ ആണെന്നാൽ വേർഡ്സ് സിമ്പിൾ ആയിരിക്കണം. കാര്യം അവർക്ക് റിപ്പീറ്റ് ചെയ്യണം നമ്മുടെ കൂടെ. അതൊക്കെ ശ്രദ്ധിച്ചു വേണം. അതെനിക്ക് ആ ടീച്ചർ പറഞ്ഞത് എന്റെ അറിവിൽ ഇല്ലാത്ത കാര്യമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് പോയാലും ഞാനിപ്പോ വലിയ സ്റ്റോറി കുഞ്ഞുങ്ങൾക്ക് 10 ലൈനൊക്കെയുള്ള റൈംസ് എടുത്താൽ നമ്മളും അത് ബൈഹാർട്ട് പഠിക്കാനുള്ള ബോധം നമുക്കൂട് വേണം. മനസ്സിലായിട്ട് എഴുതി വെച്ചിട്ട് പിന്നെ അതിലോട്ട് ഇങ്ങനെ നോക്കാൻ പറ്റൂല. 2-3 റൈംസ് നമ്മുടെ പോർഷൻസിൽ തന്നെ മിസ് തന്നിട്ടുണ്ട്. ഡാഡി ഫിംഗർ അതൊക്കെ തന്നെ പഠിച്ചാലും മതി. പിന്നെ നമ്മുടെ ഒരു ടോപ്പിക് അനുസരിച്ച് നമ്മൾ ചില റൈംസ് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള റൈംസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് 2-3 ലൈനുള്ള റൈൻ എടുക്കുക. അതെല്ലാം സിമ്പിൾ വേർഡ്സ്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണ്ടേ നമ്മൾ പറയിപ്പിക്കുന്ന ഇതാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഓരോ ലൈൻ വെച്ച് പാടിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇതാണ് ഞാൻ എന്റെ പറഞ്ഞ ലൈനിന്റെ അർത്ഥം. അതുപോലെ അപ്പൊ സ്റ്റോറിയും
ചെറിയ സ്റ്റോറീസ് എടുക്കുക. അതുപോലെ നമ്മൾ ഈ ടോപ്പിക് എടുക്കുമ്പോഴേ ഇപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് തന്ന് ഇത്ര എണ്ണം വെച്ച് എടുത്താൽ ഫ്രൂട്ട്സ് 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം, അതിൽ കൂടുതലൊന്നും എടുക്കരുത്. അതുപോലെ തന്നെ വെജിറ്റബിൾസും. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ആകുമ്പം അത് തറവാവത്തില്ല. നേരെ മറിച്ച് 4 or 3 എണ്ണം വെച്ച് അത് നല്ല പഠിപ്പിച്ചാൽ അത് മതി, അത് 3 തറവാവും. മനസ്സിലായേ? നമ്മൾ ആ ടോപ്പിക്കും കവറായി, രണ്ടും നടന്നു. പിന്നെ നമ്മുടെ മീറ്റിംഗിൽ ഇനി മിസ് പറയുന്നോന്ന് അറിയത്തില്ല, നമ്മൾ ആ ഫോട്ടോ തന്ന അത്രയും ടോപ്പിക് മിസ് ഇങ്ങനെ ജസ്റ്റ് ആ ടോപ്പിക്സ് കവർ ചെയ്യണമെന്നേ പറഞ്ഞോളൂ. അല്ല ഓരോ ഫോട്ടോയിലും ആ കാണിച്ചിരിക്കുന്ന മൊത്തം നിങ്ങൾ എടുക്കണം അങ്ങനൊന്നും എടുത്ത് പറഞ്ഞില്ല. ഇനി മീറ്റിംഗ് അങ്ങനെ എല്ലാം പറയുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ അങ്ങ് വിട്ടേക്ക്, മൊത്തം എടുക്കണം കേട്ടോ. അത്രയൊക്കെ ഓർമ്മയിൽ കിട്ടുന്നതൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഓർക്കുവാണെങ്കിൽ നീ വേറെ വല്ല ക്ലാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അറിവില്ലാതാണ് ഈ പറഞ്ഞുതരാം. ഓൺലൈനിലുള്ളവർക്ക് കുട്ടികളാണോ തരിക? ഓൺലൈനിലുള്ളവർക്ക് പിള്ളേരെയാണോ തരുന്നത്? ഒരു കുട്ടീനെ? ഒരു കുട്ടീനെ നമുക്ക് അറിയില്ല. ഒരാൾക്ക് ഒരു കുട്ടീനാ പറഞ്ഞു. ഒരു കുട്ടി തന്നെയാണ്. ഇവിടെ എന്റെ ഒരാൾക്കൊരു കുട്ടിയാ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അല്ല, ഇവിടെ എന്റെ ഫ്രണ്ടിന് ഒരു സിസ്റ്റർ, ഇവിടെ അലയിലായിരുന്നു കഴിഞ്ഞ ബാച്ച്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ മിസ്സിനോട് ചോദിച്ചിരുന്നല്ലോ കുട്ടിന്റെ പേര്. അവള് വിളിച്ചിട്ട് അവള് പറഞ്ഞു ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. ഒരു കുട്ടിയെ ഒരു കുട്ടിയാണ്. എന്റെ ഒരു റിലേഷനും അവൾ ഓൺലൈൻ ചെയ്തതാ MTTC. അവർക്കും ഒരു കുട്ടിയെ കൊടുത്തോളൂ. ഒരു കുട്ടിയാണുള്ളത്. ഒരു കുട്ടിയാണ് 15 ദിവസത്തെ ക്ലാസ്. അവര് ഞാൻ ചോദിച്ചു ഷാന മിസ് കേറിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കുറേ നേരം ക്യാമറ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു, അത് ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ ചില കുട്ടികൾ ഈ കൊനസ്റ്റ് ചോദ്യം ചോദിക്കും. നമ്മുടെ മുഹസിനെ ചില ചോദ്യത്തിനൊക്കെ റിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മുടെ മുഹസിനെ അതുപോലെ റിപ്ലൈ ചെയ്യുന്നുള്ള അങ്ങനെ അത് എല്ലാ കിട്ടത്തില്ല. അവർ ചോദിക്കുന്ന റിപ്ലൈ അതൊക്കെ പഠിച്ച നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു പാഠം പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ ചോദ്യം വരുമെന്ന് നിങ്ങൾ തന്നെ എക്സ്പെക്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് അതിന് ഉത്തരം എഴുതി വെക്കണം. മനസ്സിലായേ? ഇപ്പൊ നിങ്ങളുടെ കൊച്ചുമക്കൾ എന്തൊക്കെ ചോദിക്കാൻ വഴിയുണ്ട് അത് നിങ്ങൾ തന്നെ ആ ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിന് ആൻസർ തയ്യാറാക്കി വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാം. അതൊക്കെ മക്കളൊക്കെ വലുതായി കൊച്ചിലുള്ള കാര്യം ഓർത്തെടുത്താൽ വലുതായ ആൾക്കാരുടെ കൊരിസ്റ്റ് കൂടുതൽ കിട്ടുക. നമുക്ക് പിന്നെ എല്ലാ ഏജും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. +2 ഉണ്ട്, 5ാം ക്ലാസ് ഉണ്ട്, LKG ഉണ്ട്. ടീച്ചിങ്ങിന്റെ കാര്യം ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാം കൂടി നമുക്ക് ഉണ്ടാക്കി ഇപ്പൊ 5 ദിവസത്തെ വിഷയം നമ്മൾ പ്രിപ്പയർ വെച്ചാലും നമുക്ക് ഉണ്ടാക്കുന്ന പാടായിരിക്കും. കുഞ്ഞു മക്കളുള്ളവർ കുറെ ടോയ്സ് എടുത്ത് ചെയ്യുക, ടോയ്സ് അല്ലെങ്കിൽ കളർ പേപ്പർ ഉണ്ടോ നിങ്ങളുടെ ഇല്ല? കളർ പേപ്പർ കട്ട് ചെയ്ത് എന്തെങ്കിലും ഒട്ടിച്ച് വെക്കുക. അതൊക്കെ എളുപ്പമുള്ള മാർഗങ്ങൾ. അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോ നമ്മള് ഇറങ്ങി മേടിക്കുക, കൊറേയൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് 3 ഓപ്ഷനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബാക്കിയെക്കാട്ടിലും ഏറ്റവും ബെറ്റർ മക്കളെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പർ വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കുക, അത് തന്നെ ഏറ്റവും ബെറ്റർ. ജസ്റ്റ് ഒരു നമ്മളിപ്പോ കാർഡ് ബോർഡ് തന്നെ വേണം. നമ്മള് കല്യാണ കാർഡൊക്കെ ഉണ്ടല്ലോ, ഞാൻ അതിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് 2-3 കട്ട് ചെയ്തത്. അതാകുമ്പോ ഒട്ടിക്കാൻ കട്ട് ചെയ്യാനേ ഉള്ളൂ. കാർഡ് ബോർഡ് ഇപ്പൊ 2 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരുമോ ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട്? ചെയ്യണ്ട, അത് എഴുതി പ്രാക്ടീസ് ചെയ്യാനാ പറഞ്ഞേ. അല്ല, 2 ദിവസത്തിനുള്ളിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഫുൾ എഴുതി കംപ്ലീറ്റ് ആക്കണം. ഒന്ന് അവിടെ എഴുതാണ്ടും വെക്കണം. 2 എണ്ണം വേണം. അതാ എഴുതാണ്ടി അല്ല, ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കി 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞില്ലേ മിസ്? അത് കംപ്ലീറ്റ് ആക്കണം. മിസ് തരും. അതെനിക്ക് നല്ല അങ്ങോട്ട് ക്ലിയർ ആണ്. മിസ്സിന്റെ മോഡൽ ഇടുമ്പോ ക്ലിയർ ആവും. എന്നാലും ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നീ റെക്കോർഡ് ഇരുന്ന് പ്രത്യേകം പറഞ്ഞിട്ട് കൊറേ ഉണ്ട് മക്കളെ, ഒരു ദിവസം കൊണ്ട് കഴിയൂല വരയ്ക്കാന്, ബോർഡർ അഖില നീ പറഞ്ഞു. നീ ഇപ്പൊ റെക്കോർഡ് കേട്ടപ്പോ തന്നെ എല്ലാ ബോധം പോയി. കാരണം ഈ റെക്കോർഡ് തരുന്ന എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിട്ട്. അല്ല, ഇത് വരുമെന്ന് എനിക്ക് അറിയാം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രീ പ്രൈമറി മിസ് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ ട്രെയിനിങ് നിങ്ങൾക്ക് റെക്കോർഡ് ബുക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ അത് ഭാവിയിലോട്ട് പറഞ്ഞില്ല. എന്നാലും ടീച്ചിങ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട മിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് മറ്റേ ബുക്ക് എന്ന് പറഞ്ഞ ഷർമിന അത് മതിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു അവസരത്തിൽ ആവശ്യം വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇതൊരു പ്രൂഫാന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ എഴുതുമ്പോ നല്ല വൃത്തിക്ക് എഴുതിയാ പിന്നെ രണ്ടാമതൊരു പണിയുമ്പോൾ എടുക്കണ്ടല്ലോ. മിസ് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എഴുതി പഠിക്കാനും അതന്നെ അതിലേക്ക് കോപ്പി ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ടോപ്പിക് മാത്രം മാറ്റി കൊടുക്കുക. ടോപ്പിക് മാത്രം മാറ്റി കൊടുക്കുക. ബാക്കിയൊക്കെ അതേ മെത്തേഡ് തന്നെ. ഒന്നും ടോപ്പിക് മാറ്റി
എന്നാലും കാട്ടി നമുക്ക് കൊടുക്കാം. ഒരു റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി, ഒന്ന് നോട്ടിൽ എഴുതിയാൽ മതിയല്ലോ അല്ലേ? രണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തോ ഒന്ന് മണ്ടത്തരം പറയാൻ എഴുന്നിട്ട് പോടി. അല്ലെങ്കിൽ കോളേജ് നോട്ട് വായിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പഠിക്കാനുള്ളതല്ലേ, നമുക്ക് എടാ പ്രോജക്റ്റ് പഠിക്കാനുള്ളതല്ലേ. ഇതിന്റെ ഓർമ്മയില്ലേ ഷാനാമിസ് ഓരോ പ്രോജക്റ്റ് ഇതെല്ലാം കൊണ്ട് കളയരുത്, ലാസ്റ്റ് ചിലപ്പോൾ ഞാൻ എല്ലാം ചോദിക്കുമെന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അതുപോലെ ചോദിച്ചാൽ എന്താ ആ സമയത്ത് ഉണ്ടാക്കാൻ പോകും? റെക്കോർഡ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനത്തെ നിങ്ങൾ കോളേജ് ദയവ് ബുക്കിൽ നിങ്ങളെ എഴുതിയ നോട്ട് ആ ചെയ്യുന്ന കോളേജ് പ്രോജക്റ്റ് ബുക്ക് എല്ലാം ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ കയ്യിൽ മിസ്, ഞാൻ വെച്ചേക്കണം. ചോദിച്ചല്ലോ. ചോദിച്ചിരിക്കും. കാരണം എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ എവിടെ പോയിട്ട് റെക്കോർഡ് വാങ്ങുക എന്നുള്ളത്. അത് നീ ചോദിച്ച എവിടുന്ന് നിങ്ങളാണ് തപ്പേണ്ടി വന്നു ഗൾഫ്. റെക്കോർഡ് വാങ്ങിട്ട് വരും. എന്റെ മനസ്സിലായി വന്ന ക്വസ്റ്റ്യൻ നീ വന്നപ്പോ തന്നെ ചോദിച്ചേ, ഞാനിത് എവിടെ പോയി തരുമെന്ന് ആലോചിച്ചില്ല. ലൈനില്ലാത്ത കൂടി പറഞ്ഞപ്പോ വിശേഷായി. നിങ്ങളെ നാട്ടിലുള്ളത് വിചാരിക്കണമെങ്കിൽ എല്ലാ സ്റ്റേഷനറി കടയിൽ നിന്ന് ആ സാധനം കിട്ടത്തില്ല. മൊത്തത്തിലുള്ള സ്റ്റേഷനറി കടയിലെ ആ സാധനം കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കടകൾ പോയാൽ മതി. എല്ലായിടത്തൊന്നും കിട്ടൂല. ആ. എല്ലാ കടകളിലൊന്നും റെക്കോർഡ് കിട്ടൂല. ഞാൻ എനിക്ക് പക്ക അതൊരു നാട്ടുപുറത്തുകാരിയാ. എനിക്ക് സാധനം കിട്ടണേ 1 മണിക്കൂർ യാത്ര ചെയ്ത് കൽപ്പങ്ങാടി പോണം. അവിടെ പോയാൽ എനിക്ക് നിങ്ങൾക്ക് സാധനം ഒന്ന് കിട്ടുള്ളൂ. എന്താ ഡ്രൈവിംഗെങ്കിലും അറിയാം അവിടെ. ഞങ്ങളൊക്കെ ഭർത്താക്കന്മാരുടെ ഒന്ന് മേടിച്ചോണ്ട് തരും. അതിലൊക്കെ ഒന്ന് ഞാൻ ഡ്രൈവ് എന്നെ അടിക്കാനും വിടില്ല. സത്യ ജാസ്മി ഞാൻ പറഞ്ഞ തന്നെ സത്യ, ഓടിക്കും. കയ്യും കാലും പിടിക്കണം, ഒന്ന് വരുമോ ഒന്ന് വരുമോ, അതൊന്ന് പോയി വാങ്ങാവോ. എന്റെ അവസ്ഥ അതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ കൈ പറഞ്ഞ കാലും പിടിക്കണം നമ്മൾക്ക് ആളോട് പോണെങ്കിൽ. ഇല്ല. നമ്മളോട് എത്തില്ല. അപ്പൊ മിസ് നമ്മൾ പറഞ്ഞ തന്നെ ലൈസൻസിന്റെ പോണം. അലമാര ഇരിപ്പുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഞാൻ സ്വന്തം ഇറങ്ങി അങ്ങ് പോവലാണ്. ആളെ കിട്ടിയിട്ടൊന്നും നമുക്ക് പോലെ ഇവിടെ ഞാൻ സ്വന്തം ഇവിടെ എനിക്ക് ഞാൻ ആവശ്യത്തിന് ഇറങ്ങി ഞാൻ പോകും. നിൽക്കുന്ന ഏരിയയിൽ എന്റെ തൊട്ടടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ. അവിടെ സ്റ്റേഷനറി എല്ലാം ഉണ്ട്. പക്ഷെ കൂടുതൽ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ സ്ഥലത്ത് പോകണം. അതിന് പോണെങ്കിൽ വിളിക്കണം, ആളോ ഒഴിയുന്ന സമയത്ത് ഒന്ന് വാ, സമയമില്ലേ, വേം വാ വേം വാ പറഞ്ഞ് അങ്ങനെ കൂട്ടി കൊണ്ടുപോകണം. അതാ ഞാൻ പറഞ്ഞു ഞായറാഴ്ചന്റെ ഉള്ളില് മീറ്റിംഗ് വെക്കാൻ പറഞ്ഞു. എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ എന്തായാലും ഞാൻ പോകുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്. അപ്പം വാങ്ങി പെട്ടെന്ന് ഞാൻ ഓരോ വെക്കുമല്ലോ. മിസ്സിനോട് സാധനങ്ങൾ പറയുമ്പോ പേഴ്സണലി മെസ്സേജ് മിസ്സിന്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ ലാസ്റ്റ് സൺഡേ കൊണ്ട് വെക്കല്ലേ മിസ്സേ. കാര്യം സൺഡേ വെക്കാൻ തീരെ പറയല്ലോ കേട്ടോ. മീറ്റിങ്ങിനകത്ത് എന്തൊക്കെ പറയും ഞാൻ നമുക്ക് അതൊക്കെ ആലോചിക്കുന്ന ഓരോ സമയത്ത് ഓരോ പ്രിന്റ് ഔട്ട് ഒക്കെ പറയുന്ന അന്ന് അങ്ങനെ മൊഡ്യൂൾസ് ഒക്കെ വിട്ട സമയത്ത് തന്നെ ഇതിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഇന്നൊക്കെ കുറെ പ്രിന്റ് ഒക്കെ എടുത്താൽ മതി. ഒരുമിച്ച് പ്രിന്റ് എടുക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ഇറങ്ങി പോകുന്നവർക്ക് ഒറ്റപ്പോക്ക് പോയാൽ അല്ല പോരെ. അത് ഇതിനായിട്ട് ചോദിക്കാം, നമ്മള് ഓൺലൈനായി പ്രിന്റ് എടുത്ത് വെക്കണം ട്രെയിനിങ്ങിന്റെത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ടല്ലോ. പ്രിന്റ് അവിടെ കണ്ടില്ലേ പ്രിന്റ് എടുക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ ചെയ്ത് പഠിപ്പിക്കേണ്ടുള്ള സാധനങ്ങൾ പ്രിന്റ് എടുക്കുന്ന കാര്യം. അതല്ലെങ്കിൽ നമ്മള് ഇവിടെ ഈ പറയുന്ന മോഡ്യൂൾസിന്റെ പറ്റത്തില്ല. ഇപ്പൊ ഇവളായിട്ട് സംസാരിച്ച് എനിക്ക് ഇവിടെ ഒരുവിധം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജാസ്മിന് പോയി നോക്കി ഗ്രൂപ്പിൽ വിട്ടില്ലേ നമുക്ക് മാർക്ക് ലിസ്റ്റ് മറ്റേ നമുക്ക് ഇത് എടുക്കാനുള്ള 3 വിട്ടില്ല. ആ ഓൺലൈനുകാർക്ക് വേണോ വേണ്ടേ? അപ്പൊ നീ അത് വേണ്ടല്ലോ. അത് ഓൺലൈനാർക്ക് ആവശ്യമില്ലല്ലോ. അത് ഓഫ്ലൈൻ ഓൺലൈൻകാർക്ക് ആവശ്യമില്ല. ഈ പെണ്ണ് ചില സമയത്ത് ബുദ്ധി വെച്ച് ചിന്തിക്കത്തില്ലേ? അത് 2 ലെറ്റർ ആണ്. അതായത് സ്കൂളിൽ അങ്ങനല്ല ആ മിസ് പറഞ്ഞിട്ട്. പിന്നെ മാർക്ക് ലിസ്റ്റ് അത് അവരിടേണ്ടുള്ളത് ഈ സ്കൂൾ അത് നമ്മുടെ ടീച്ചർമാർ നമുക്ക് ഡയറക്റ്റ് ചെയ്തു തരും. നമ്മുടെ ഹെഡ് ആരാണ് അവർ ചെയ്തു തരും. അതെല്ലാരും ഇട്ട് വെക്കണം എന്നല്ലേ വോയിസ് വിട്ടേ എല്ലാരും. അങ്ങനല്ല, അത് അതിന് പറഞ്ഞിട്ടുണ്ടല്ലോ മെസ്സേജ് ആദ്യം വായിക്കണം, എന്നിട്ട് വേണം ഫോണില് മെസ്സേജ് ഉണ്ട് ഓഫ്ലൈനാർക്കുള്ളതാണ് എന്നുള്ളത്. എന്നാ എന്തേലും വന്ന അടിയിലാ വന്നത്, അതാ ഞാൻ ചോദിച്ചത്. കക്ഷി അറിയാമോ? ജസ്റ്റ് ഒന്നും കൂടെ നീക്കി നോക്കിയാൽ മതി, അപ്പൊ കറക്റ്റ് കിട്ടും. ചോദിക്കണേന്നറിയാവോ? ലിങ്ക് വന്നതേ ക്ലിയർ ചാറ്റ് ചെയ്ത ആളാ. ക്ലാസ് ലിങ്ക് എന്നിട്ട് പറയാ ലിങ്ക് ഇട്ടില്ലല്ലോ ക്ലാസ്സിന്റെ. ഞാൻ രാവിലെ എണീറ്റ് വരും. ഞാനൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും ഈ 7-ാം പൊളിച്ച കിട്ട മെസ്സേജ് അയക്കും, താഴെ ആയിരിക്കും ഉണ്ടാകില്ല. ഇന്ന് രാത്രി വിചാരിക്കും ഇന്ന് ക്ലാസ് ഇല്ലാന്ന്. ഞാൻ രാവിലെ തന്നെ വേഗം വാട്സപ്പ് എടുത്ത് നോക്കാം ലിങ്ക് വന്നില്ലല്ലോ. എന്നിട്ടേ രാവിലെ സുബൈ നിസ്കരിച്ചാൽ കിടക്കുക. സുബൈ നിസ്കരിക്കുമ്പോ പോകണ്ടാത്തൊരു മെസ്സേജ് ഉണ്ടാവില്ല. പിന്നെ കഴിഞ്ഞ് ഇവിടുത്തെ 10 മണിയാകുമ്പോ എണീക്കുമ്പോ നമുക്ക് മെസ്സേജ് ഒന്നും കാണില്ല. അപ്പൊ ഞാൻ ജാസ്മിനോട് ചോദിക്കും, അല്ലടി ഇന്ന് ലിങ്ക് വന്നില്ലേ? എന്താ അയാദിക്ക് മെയിൻ ആയിട്ട് 2 ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, ഈ സബ്ജക്ട് ഗ്രൂപ്പുകൾ. അതാ ഞാൻ തുടക്കത്തിലെ മിസ്സിന്റെ അടുത്ത് പറഞ്ഞു, മിസ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഉറപ്പിക്കും. രണ്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവര് രണ്ടും തരേണ്ട അവസ്ഥയാണ്, ഏതാന്നുള്ളത് പിന്നീട് സബ്ജക്ട് ഗ്രൂപ്പിൽ ഇടണം. അത് ചെയ്താലും മതി. ഇത് ചില സമയത്ത് അയാതിലിടും, ചില സമയത്ത് സബ്ജക്റ്റിൽ വരും. അതാണ് പ്രശ്നം വരുന്നത്. ഇന്നും കൂടി എടുത്തി ഞാൻ ക്ലാസ്സിൽ കയറിയില്ല. ഞാൻ ഇച്ചിരി വൈകി കയറിയ കാര്യം ജിസത്വം എന്തൊക്കെയാലും വൈകുമെന്ന് എനിക്കറിയാം. ഇതിന്റെ ആരെങ്കിലും ഉണ്ട്. അപ്പൊ വൈകി കയറിയ അപ്പ ഒരുത്തി ചോദിക്കടി ലിങ്ക് ഇതിലായിട്ട് വന്നില്ലല്ലോ എന്ന് ഒരുത്തി. ഞാൻ പറഞ്ഞു പിന്നെ എന്തുവാ വന്നിട്ട് ഞാൻ നമുക്ക് ലിങ്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം അവള് കയറി ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ ലിങ്ക് സെൻഡ് ചെയ്തു ക്ലാസ്സിന്റെ ഇടയ്ക്ക്.
ഒന്നും ഓക്കേടാ, നമുക്ക് ലീവ് ചെയ്യാം. അവിടെ 9:45. ഒരുപാട് സമയമായി. ശരി, നിസ്കരിച്ചില്ല, സമയം പോയത് ശരിയെങ്കി. എന്നാ ശരി. ഓക്കെ എന്നാ. ഓക്കെ ഓക്കെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. നിങ്ങൾ ഇങ്ങനെ തന്നെ ചോദിച്ചാൽ മതി. അതിന് മെസ്സേജ് അയക്കണ്ട, ഒരു സൂമിന്റെ ലിങ്ക് അങ്ങോട്ട് വിട്ടു കൊടുക്കുക, അതിൽ കേറിക്കോട്ടെ. എന്നാ പിന്നെ എല്ലാരും സംശയം തീരും. അല്ല, ഇനി അതിനുള്ള സമയം ഇല്ലടാ. ഇനി 2-3 ദിവസം പ്രിപ്പയർ ചെയ്യണ്ടേ, അതുകൊണ്ട് പറഞ്ഞതല്ല. ഈ സമയം ഞാനും അതിന് ഈ സൺഡേന്റെ ഉള്ളിൽ വെച്ചാൽ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും ഇറങ്ങുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അപ്പം വാങ്ങി വെക്കാന്നായിട്ട്. ഇപ്പൊ സൺഡേന്റെ ഉള്ളിൽ തന്നെ വരണം. എന്തായാലും സാറ്റർഡേന്റെ ഉള്ളിലായാലും അത്രയും നല്ലത്. എല്ലാവരും അലർട്ടായി നിക്കണം. അഥവാ ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഗ്രൂപ്പൊക്കെ സൈലന്റ് ആക്കിയിട്ടത് എല്ലാ ഗ്രൂപ്പും കൂടി ഈ സൗണ്ട് ഉണ്ടാക്കി മനുഷ്യർ ഉറങ്ങാൻ. എന്റെ വാട്സാപ്പില് നമുക്ക് 3 പിൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. വെച്ചാൽ മതി. അതല്ല, എനിക്ക് 3 പറ്റുള്ളൂ. അതില് 2 ഓൾറെഡി മോളെ ക്ലാസ് പിൻ ചെയ്ത് വെച്ചതാ. മോളൊന്നും ഉണ്ടല്ലോ ഓൺലൈൻ ക്ലാസ്. മോളെ ഓൺലൈൻ ക്ലാസ് പിൻ ചെയ്ത്, കാരണം അതില് മെസ്സേജ് വരുന്നത് കാണൂല. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു ക്ലാസ്സിന്റെ ഞാൻ ഒഴിവാക്കി, മെറ്റീരിയൽ ഗ്രൂപ്പ് ഒഴിവാക്കി, ഇത് പിൻ ചെയ്ത് വെച്ചു. കരഞ്ഞു പോണു. അത് 2 ഉള്ളവർക്ക് പാടാണ്. ഇപ്പൊ ഞാനും എന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരുപാട് പേജ് ഉണ്ട്. അത് ഇതും കൂടി എനിക്ക് തലവരുത്തിരിക്കുക. ഞാൻ കൊറേയൊക്കെ മുകളിൽ വേറെ പേരൊക്കെ ഇട്ട് മാറ്റി. മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവില്ലല്ലോ, നാളെ ഇപ്പൊ ഉണ്ടാവുള്ളൂ. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഗ്രൂപ്പിലൊന്ന് മിസ് കോൾ ഇടണ്ട എല്ലാരും. എന്തുവാ കാണാത്തവരൊക്കെ കാണാൻ വേണ്ടിട്ട്. അല്ല, പെട്ടെന്ന് ഓൺലൈനിൽ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് അലേർട്ടായിരിക്കണം പറഞ്ഞില്ലേ? ഗ്രൂപ്പില് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം സൈലന്റ് ആയി ഇതുണ്ടാവും. ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു വിട്ടാലേ അതിപ്പോ എടുത്തു നോക്കൂലല്ലോ. വല്ലപ്പോഴും എടുത്ത് നമ്മൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ശനിയാഴ്ചയായിട്ട് നമുക്ക് ആ ക്ലാസ്സിന്റെത് പറഞ്ഞിട്ടില്ല. എല്ലാരും ഒന്ന് ചോദിക്കും. എല്ലാരും കൂടി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ശനിയാഴ്ച തന്നെ വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച വെക്കത്തുള്ളൂ. ഞായറാഴ്ച വെച്ചാൽ നടക്കൂല. അതാ ഞാൻ പാടാണ് നമുക്ക്. ഞായറാഴ്ച രാത്രി കൊണ്ടുവച്ചാൽ ഇത് വേണം അത് വേണം എന്നൊന്നും പറയാം. തിങ്കളാഴ്ച രാവിലേക്കൊന്നും സത്യം പറഞ്ഞ പെട്ടെന്നാണ് അങ്ങനെ കൊണ്ടുവച്ചാൽ നടക്കൂല തിങ്കളാഴ്ചത്തേക്ക്. അത് മാത്രല്ല, നമുക്ക് ഈ ഓൺലൈനിന്റെ ടൈം എപ്പോഴാ വരുന്നതെന്ന് അറിയോ? എന്താണ് ഓൺലൈൻ ടൈം എപ്പോഴാ വരുന്നതെന്ന് അറിയോ? എപ്പോഴാ ക്ലാസിന്റെ ടൈം വരുന്നത്? രാവിലെ വേണ്ടട്ടോ. രാവിലെ എനിക്ക് നടക്കൂല. എടാ, അത് മിസ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് നമുക്ക് കിട്ടുന്ന കുട്ടിയെ പോലെ ആ കുട്ടീനെ നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ മേടിച്ചെടുത്താൽ മതി, അവർ സംസാരിച്ചിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ സ്കൂൾ ടൈം നമ്മുടെ നാട്ടിലുള്ള പിള്ളേരാണെങ്കിൽ ഊഹിച്ചോ, വൈകിട്ട് 5 മണി മുതൽ രാത്രി ഇത്ര ടൈം വരെ അവർ ഫ്രീ ആയിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ടൈം കിട്ടും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇത് ഓൺലൈൻ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ഏതൊക്കെ രാജ്യത്തുള്ള കുട്ടികളാ മിസ്സിന് കൊടുത്തേക്കുന്നതെന്ന്. സത്യം, അതുകൊണ്ട് ഞാൻ വൈകിട്ടാണെങ്കിൽ അത്രയും നല്ലത്. അവര് ആ പേരന്റുമായിട്ട് ഫസ്റ്റ് ക്ലാസ് എന്തൊക്കെയാണ് ഒരു ടൈം നമ്മൾ കയറേണ്ടി വരും. ആ ക്ലാസ്സിൽ സംസാരിച്ചിട്ട് നമ്മുടെ ടൈം. ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ അലയിലുള്ളത് അവർക്ക് കിട്ടിയത് രാത്രിയാണ്. രാത്രിയുടെ ടൈമാ കിട്ടിയത്. അതുകൊണ്ട് അത്രയും രാത്രി കിട്ടിയതിനൊക്കെ 1 മണിയാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ടൈം അഡ്ജസ്റ്റ്മെന്റ് ഇച്ചിരി നമുക്കിപ്പോ ഈ ടൈം അഡ്ജസ്റ്റ്മെന്റ് പാടായിട്ട് തോന്നുന്നത് നമ്മൾക്കാണ് കുറെയൊക്കെ ബെനിഫിറ്റ്. നമുക്കൊരു കൂട്ടം കുട്ടികളെ പഠിപ്പിക്കണ്ട, ഒരു കുട്ടിയെ പിന്നെ 1 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. പക്ഷെ ഇവർക്ക് അങ്ങനല്ല. സ്കൂളിൽ പോകുമ്പോൾ 1 മണിക്കൂർ എന്ന് പറയുന്നത് 45 മിനിറ്റാ കറക്റ്റ്. ലിങ്ക് കട്ടാവുന്നത് 45 മിനിറ്റ്. അതിലൊരു 40 മിനിറ്റ് വരെ ക്ലാസ് എടുത്താൽ മതി. 5 മിനിറ്റിന്റെ മുമ്പ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണമെന്ന്. 40 മിനിറ്റ് എടുത്താൽ മതി ശരിക്കും. സൂമിലാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ. ഇതാ ഇവിടെ അഡ്വാൻസ് ലെവൽ ഓൺലൈനാ, സീഡിയിലാ. സൂമിലെ ലിങ്ക് കട്ടാവും, ഓട്ടോമാറ്റിക്കലി കട്ടാവും. ആ ഒരു ആപ്പിന്റെ പ്രശ്നം അതാ. അതുകൊണ്ടാണ് ആ ടൈം നമുക്ക് തന്നേക്കുന്നത്. പക്ഷെ ഗൂഗിൾ മീറ്റ് എത്ര മണിക്കൂറാണ് ക്ലാസ് പോകും. പ്രിന്റ് എടുക്കാൻ വേണ്ടി PDF തന്നില്ല. അതൊക്കെ നമുക്ക് എക്സാം കഴിയുമ്പോ നമുക്ക് വേറെ തരുമായിരിക്കില്ലേ കാര്യങ്ങളൊക്കെ. പറഞ്ഞല്ലോ ഓൺലൈനാർക്ക് ഉള്ളത് അവരെന്നെ സീൽ ചെയ്ത് ഓഫ്ലൈൻകാർക്ക് മാത്രമാണെന്ന്. നമ്മളത് ഓൺലൈൻ കഴിഞ്ഞാല് ഞാനും പ്രിന്റ് എടുക്കണേന്ന് പറഞ്ഞ കാര്യം വിട്ടുകൊടുത്തിരിക്കുന്ന ഉച്ചക്ക്. അപ്പൊ എന്നോട് സെലാ ടൈം ഷോപ്പ് തുറക്കൂല, അതിനെ കൊണ്ട് കഴിച്ചില്ല. ഇപ്പൊ ഞാൻ അന്നേരം വിചാരിച്ചു ഈ സാധനക്ക് മുകളിൽ വന്ന റൈറ്റപ്പ് വായിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ഞാൻ പറഞ്ഞ എന്റെ റൈറ്റപ്പ് ഒക്കെ അടിയിലാ വന്നത്, മുകളിലല്ലാതെ.
ഞാൻ അങ്ങനെ ആദ്യം അതാ നോക്കിയത്. എന്നിട്ട് പിള്ളേരെ സംശയം മുകളിലത്തെ തീരായിട്ട് വായിക്കാൻ വീണ്ടും പോയി നോക്കി. ഇതെല്ലാം കണ്ടേരെ, മാർക്ക് ലിസ്റ്റ് ഇതൊക്കെ കണ്ടേരെ, അതൊക്കെ നോക്കി. എന്നിട്ട് വീണ്ടും സംശയം തീരായിട്ട് വീണ്ടും വായിച്ചു നോക്കി. അപ്പൊ അതിലും കറക്റ്റ് പറയുന്നു ഞാൻ ഓഫ്ലൈൻ എന്നുള്ളത്. വിചാരിക്കുന്നത് അല്ല ഈ സാധനമൊക്കെ ഇപ്പൊ എന്തിനാ ഇതുപോലെ ഓൺലൈൻ ഓൺലൈൻ ഗ്രൂപ്പ് ഇട്ടപ്പം ഈ ഗ്രൂപ്പ് ആഡ് ആണെന്ന് ഇട്ടപ്പം മുകളിൽ വ്യക്തമായിട്ട് കൊടുത്തിരുന്നു ഓൺലൈൻകാർക്കുള്ളതാണ്. എന്നിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ക്ലാസ്സിൽ ഷദ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഉണ്ട്. അവള് സത്യത്തിൽ ഓഫ്ലൈനാ ചെയ്യാക്കുന്നത്. അവള് കയറി അതിന്റെ ആഡ് ആക്കി. അവള് പിന്നെ എന്നെ വിളിക്കുന്നു. കാര്യം അതിന്റെ അകത്ത് കുറച്ച് ചാറ്റ് വന്നപ്പോ ഒരു ഡൗട്ട്. എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇത് ഓൺലൈൻകാർക്കുള്ളതാണ്. അതിന് എക്സിറ്റ് ആവാൻ പറഞ്ഞു. അഷിതക്ക് എത്ര ശരി, കുട്ടികളാണ്? ഇവിടെ ഒരുപാട് രണ്ടാളുണ്ടോ? ടൈമാണ്. ഇവിടെ ഇപ്പം മൂന്നാള്. ഞാൻ പോവാട്ടെ. ഡേറ്റ് ഇളയാളാണ്. ഇത് ഇളയാള്. 3 വയസ്സ്. 3 വയസ്സ്. മറ്റേ 6 വയസ്സ്. ഇവരെല്ലാരും ഇവിടെ ഒരാളുണ്ട് 8ാം ക്ലാസ്സില്. 7 7ാം പഠിക്കാൻ. ക്ലാസ്സിലോ? എവിടാ പഠിക്കുന്നത്? ഇവിടെ തന്നെ അല്ലെ ഓൺലൈൻ ആയിട്ടോ? അല്ല, അവള് ഇവിടെ എന്താണ് ഷാർജയില്. ഷാർജയിൽ അൽസബയില് അവിടെ പഠിക്കുന്നത്. ഇവിടെ ആയിട്ട് കുറെ ആയോ? ഞാനിപ്പോ ഇവിടെ 10 കൊല്ലമായി. ശരിക്കും പറഞ്ഞാ ഓള് ഇവിടെ KG മുതൽ ഓള് ഇവിടെ ഉണ്ട്. മൂത്താള് KG മുതൽ പഠിക്കുക. അപ്പൊ രണ്ടാമത്തെ ആളെ ഞാൻ പിന്നെ ഓൺലൈൻ ഇട്ടത്. ഇവിടെ പോവും. ഞാൻ ഉറപ്പില്ലേനു, ചിലപ്പോ നാട്ടിൽ പോവും, നിക്കൂല, അങ്ങനെ പറഞ്ഞ് നിക്കേനു. അപ്പൊ പിന്നെ ഏതായാലും ഓളെ പഠിപ്പുണ്ടായി. മൊബൈൽ ഷോപ്പ്. സത്യം ബാങ്ക് കൊടുത്തിട്ട് കുറെ നേരം 6:45 ബാങ്ക് കൊടുക്കും. എന്നാ ശരി, നമുക്ക് ലീവ് ചെയ്യാം. എല്ലാരും പോയില്ലേ? ജാസ്മിനും പോയി.